നിയമസഭയിൽ പെട്ടുപോയ പ്രതിപക്ഷത്തെയാണ് ഇന്ന് കണ്ടത്. നന്ദിപ്രമേയ ചർച്ചയ്ക്ക് എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മറുപടി. പാലക്കാട്ടെ സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റിനെ സർക്കാരിനെതിരെ ഉപയോഗിക്കാമെന്ന പ്രതിപക്ഷ ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ മറുപടിയോടെ ഇല്ലാതായത്. ഉന്നയിച്ച ആരോപണങ്ങൾ കൺമുന്നിൽ പൊളിഞ്ഞു വീഴുന്നത് പ്രതിപക്ഷത്തിന് കണ്ടു നിൽക്കേണ്ടി വന്നു. തമ്മിൽ തല്ലും പാർട്ടിക്കുള്ളിലെ അവിശ്വാസവും വലയ്ക്കുന്ന പ്രതിപക്ഷ നേതാവിന് മറ്റൊരു തിരിച്ചടി കൂടിയായി ഇന്നത്തെ സഭാദിനം മാറി. കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടെ സർക്കാരിനെതിരെ ഉന്നയിച്ച ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം പ്രതിപക്ഷത്തിന് തെളിയിക്കാനായോ എന്ന ഭരണപക്ഷ ചോദ്യത്തിന് ഇന്നും പ്രതിപക്ഷത്തിന് ഉത്തരമില്ല. സർക്കാരിനെതിരെ കോടതിയിൽ പോയ VD സതീശനോട് പ്രതിപക്ഷ നേതാവിന് പബ്ലിസിറ്റി താൽപ്പര്യമാണെന്ന് ഹൈക്കോടതി വെട്ടിത്തുറന്ന് ചോദിച്ചതിലൂടെ നമ്മുടെ പ്രതിപക്ഷം പണ്ടേ തുറന്നു കാട്ടപ്പെട്ടതാണ്. അതേപോലെ പരിങ്ങലിലായ പ്രതിപക്ഷത്തെയാണ് നിയമസഭയിൽ ഇന്നും കണ്ടത്. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM, നിജേഷ് അരവിന്ദ് കോൺഗ്രസ്, ഒപ്പം അഡ്വക്കേറ്റ് ലാൽകുമാർ. ഈ ചർച്ചയിൽ ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന ഞാനിപ്പോൾ സൂചിപ്പിച്ച ഈ പാലക്കാട്ടെ സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതുപോലെ തന്നെ പൊതുവിൽ സഭയിൽ ഉയർന്നു വന്ന ഈ നന്ദിപ്രമേയ ചർച്ചയുടെ മറുപടിയോടെ ഭരണപ്രതിപക്ഷങ്ങൾക്ക് ഇതിൽ ലഭിച്ചിട്ടുള്ള മുൻതൂക്കം ഏതൊക്കെ തരത്തിൽ എന്നുള്ളതൊക്കെ നമ്മുടെ ഈ ചർച്ചയുടെ ഭാഗമായി കടന്നു വരാം. എനിക്ക് തോന്നുന്നു ആദ്യം നമുക്ക് ഈ ഏറ്റവും പുതിയ വിഷയമായി പ്രതിപക്ഷം കൊണ്ടുവന്നതും ഇന്ന് നന്ദിപ്രമേയത്തിലൂടെ മുഖ്യമന്ത്രി വളരെ വിശദമായി മറുപടി പറഞ്ഞതുമായ സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരാം. നിജേഷ്, ഇതിൽ പ്രതിപക്ഷത്തിന് വലിയ നിരാശ പകരുന്നതായി മാറി. വളരെ ഉത്തരവാദിത്തത്തോടെ സർക്കാരിൻ്റെ മദ്യനയം വിശദീകരിച്ച് അതിലെ പാരഗ്രാഫുകൾ ചൂണ്ടിക്കാട്ടി സർക്കാരിൻ്റെ മദ്യനയം, അത് 2023-24 മദ്യനയം, അത് എന്നോ തന്നെ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭ എടുത്ത തീരുമാനമാണ്. ഇതിൽ കൂടുതൽ എന്ത് വിശദീകരണമാണ് ഇതിൽ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ പ്രതിപക്ഷത്തിൻ്റെ ആ ആക്ഷേപത്തെ, ആരോപണത്തെ ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കി. ഇന്ന് സഭയിൽ ഈ വിഷയം ഉയർന്നു വരുന്നതിന് മുമ്പ് തന്നെ, മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ പല ഘട്ടങ്ങളിലായി പ്രതിപക്ഷം ഇതിൽ ഉന്നയിച്ച പ്രശ്നങ്ങളുടെ മുന പണ്ടേ ഒടിഞ്ഞതല്ലേ, പല ഘട്ടങ്ങളിലായി ഒടിഞ്ഞു പോയതുമല്ലേ നിജേഷ് അരവിന്ദ്? ആശ്വസിക്കേണ്ടവർക്ക് ആശ്വസിക്കാം, സന്തോഷിക്കേണ്ടവർക്ക് സന്തോഷിക്കാം, മറുപടിയായി എന്ന് വിശ്വസിക്കുന്നവർക്ക് മറുപടിയായി എന്ന് സംതൃപ്തിയടയാം. കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിച്ച പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. പാലക്കാട് നേരത്തെ കണ്ട സമരങ്ങൾ അത് ജലത്തിന്റെ ലഭ്യതയുമായി ബന്ധപ്പെട്ടായിരുന്നു. സമാനമായ വിഷയം തന്നെയാണ് എലപ്പുള്ളി പഞ്ചായത്തിലെ ഓയസിസ് കമ്പനി കൊണ്ടുവരാൻ പോകുന്ന ബ്രൂവറി വ്യവസായവുമായി ബന്ധപ്പെട്ടും ഉള്ളത്. പ്രതിപക്ഷം ഈ പറഞ്ഞ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ അടക്കം മറുപടി സഭയിൽ ഉത്തരവാദിത്വത്തോടെ പറയുന്ന ഒരു സർക്കാരിൻ്റെ വിശദീകരണം ഒരു നാടിന് കൊടുക്കുന്ന ഉറപ്പാണ്. അതിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ജലചൂഷണത്തിൻ്റെതായ ഒരു സാഹചര്യവും ഉണ്ടാകില്ല എന്നും അക്കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്നതടക്കം പറഞ്ഞുകൊണ്ട് വരുന്നതോടെ പ്രതിപക്ഷത്തിന് എന്ത് നിലയിൽ അതിൽ പിടിച്ചു നിൽക്കാനാകും? മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അനുമതിയും കരാറുമാണ്. അതിലടക്കം ജലം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഏതളവിലാണ് അവർ ജലം കണ്ടെത്തുന്നത്, എന്നൊക്കെയുള്ള വ്യവസ്ഥകൾ അതിലുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോൾ പ്ലാച്ചിമട സമരത്തിൻ്റെ ഒരു പാലക്കാടൻ അനുഭവത്തെ വെച്ച് കാടടച്ച് വെടിവെക്കാൻ പ്രതിപക്ഷം തുനിഞ്ഞാൽ എത്ര നാൾ പറ്റും? ഇന്ന് അവസാനിച്ച CPIM-ന്റെ പാലക്കാട് ജില്ലാ സമ്മേളനത്തിലെ ചർച്ചയിൽ ഇതൊരു വിഷയമായിട്ടുണ്ട് എങ്കിൽ അതിലെ പ്രതിനിധികൾ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത് നമ്മൾക്ക് പ്രശ്നമാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് സ്വാഭാവികമാണ്, അത് ശരിയാണ്, നിജേഷ് പറഞ്ഞ കറക്റ്റാണ്. ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ ഈ നാട്ടിൽ നടക്കുന്ന പല വിഷയങ്ങളും വന്നേക്കാം, അങ്ങനെ പറയാൻ കഴിയൂ. കാരണം ഞാനോ താങ്കളോ അതിലുണ്ടായിരുന്നില്ല. ആ സമ്മേളന രീതി അങ്ങനെയാണ്. പക്ഷേ നിയമസഭയിൽ അതല്ല. നിയമസഭയിൽ ഈ നാട് മുഴുവൻ കണ്ടതാണ്. നന്ദിപ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ വളരെ വ്യക്തമായ മറുപടി ഈ നാടിന് മുമ്പിലുണ്ടല്ലോ. അതിനെ ആധാരമാക്കിയാണല്ലോ പ്രതിപക്ഷം പുതിയ വാദം ഉന്നയിക്കേണ്ടത്. ഏതർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ വാദത്തെ നിരാകരിക്കണം എന്ന് നാടിനോട് പ്രതിപക്ഷം പറയേണ്ടത് അതിനാണല്ലോ, അങ്ങനെയാണല്ലോ പറയേണ്ടത്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് 2023 മദ്യനയത്തിനകത്ത് ഞങ്ങൾ ഇങ്ങനെ ബ്രൂവറിക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇതേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘട്ടം ഘട്ടമായി മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തുറക്കാൻ പോകുന്നത് പൂട്ടുന്ന സ്കൂളുകളല്ല, ഞങ്ങൾ തുറക്കാൻ പോകുന്നത് സ്കൂളുകളാണ്, ബാറുകളല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പിണറായി വിജയൻ ഭരണകൂടം വന്നിട്ടുള്ളത്. ഓരോ ഇന്ന് വന്നിരിക്കുന്ന പുതിയ മദ്യനയവും പുതുതായി തുറക്കാൻ പോകുന്ന
മദ്യശാലകളും ഒക്കെ വെച്ചുകൊണ്ട് ആ വാക്കിനെയും നമ്മൾക്ക് വിലയിരുത്താമല്ലോ നിജേഷ്, അതിലേക്ക് അതുകൊണ്ട് പോയാലും പറയുന്നത് തന്നെയാണ് ആ പ്രവർത്തിച്ചത്. വാദത്തിലേക്ക് പ്രതിപക്ഷം പോയാലും പ്രതിപക്ഷത്തിന് ദോഷമല്ലേ സംഭവിക്കൂ? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു, ആ സ്കൂളുകൾ അടച്ചുപൂട്ടിയ സ്കൂളുകൾ അടക്കം തുറന്നുകൊണ്ട് പൊതുവിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വെച്ചൊരു സർക്കാരിന് ഒരു അബ്കാരി നയം, അബ്കാരി ബിസിനസ് ഈ നാട്ടിലുള്ള അത് UDF ഭരിച്ചാലുമുണ്ട് LDF ഭരിച്ചാലുമുണ്ട്. അബ്കാരി നയം വളരെ ട്രാൻസ്പെറൻ്റായി ഈ നാടിന് മുമ്പിലുള്ളതാണ്. എത്രയോ കാലം മുമ്പ് അവതരിപ്പിച്ച് തീരുമാനിച്ച കാര്യമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ഒരു മന്ത്രിസഭയ്ക്ക് പ്രവർത്തിക്കാനും അതിൻ്റെ നിയമപരവും സാങ്കേതികവുമായ കാര്യങ്ങളാകെ പരിശോധിച്ചു പോകാനും ഒരു മന്ത്രിസഭയ്ക്ക് ഒരു നാട് ഭരിക്കുന്ന സർക്കാരിന് അവകാശമുണ്ടല്ലോ. അതുമാത്രമല്ല എക്സർസൈസ് ചെയ്തിട്ടുള്ളൂ. അവിടെ എവിടെയാണ് നിങ്ങളുടെ ഈ കാടടച്ചുള്ള ആക്ഷേപം നിലനിൽക്കുക നിജേഷ്? ശരത്ത്, CPIM-ഉം കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് കേന്ദ്ര ഗവൺമെന്റിനെതിരെ ചില സമരങ്ങൾ നടത്തുന്നുണ്ട്. ആ സമരങ്ങളിൽ പറയുന്ന കാര്യം കേരളത്തിലെ എല്ലാ വ്യവസായ രംഗവും അദാനിക്കും അംബാനിക്കും തീരെഴുതുന്നു എന്നാണ്. ഏത് തരത്തിലുള്ള നയം വന്നു കഴിഞ്ഞാലും ആ നയത്തിന്റെ ആദ്യത്തെ ഗുണഭോക്താവ് അദാനിയാണ്. ഒരു ഉദാഹരണത്തിന്, ഇന്ത്യ രാജ്യത്തെ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ച സമയത്ത് ആ സിമന്റ് കമ്പനികൾ, അതിന് 3 മാസം മുമ്പാണ് ഇന്ത്യയിലെ എല്ലാ സിമന്റ് കമ്പനികളും അദാനി വാങ്ങിയിട്ടുള്ളത്. സമാനമായ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സമാനമായ ഒരവസ്ഥ തന്നെയാണ് കേരളത്തിൽ വരുന്നത്. നിങ്ങൾ 2023 മദ്യനയം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഒയസിസ് എന്ന് പറയുന്ന ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട, ഡൽഹി മദ്യനയ കേസിൽ പ്രതിയാക്കപ്പെട്ട, പഞ്ചാബിലെ ഒരുപാട് മലിനീകരണ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൂട്ടേണ്ടി വന്ന ആ കമ്പനിക്ക് ഇവിടേക്ക് വരാനുള്ള അവസരം ആര് ഉണ്ടാക്കി കൊടുത്തു? എന്തുകൊണ്ട് മറ്റു ആളുകൾ താങ്കൾ പറഞ്ഞ അല്ലെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞ മദ്യനയത്തെ അറിയുന്നില്ല? ഒയസിസ് കമ്പനിയുടെ 2 വർഷമായി ശ്രീ MP രാജേഷിന്റെ കൈവശമുള്ള ഈ കമ്പനിയുടെ ഒപ്പുവെക്കൽ ഈ പാലക്കാട് ബൈ ഇലക്ഷൻ സമയത്ത് തന്നെ എങ്ങനെ വന്നു? ഇതൊരു സുതാര്യമായ കാര്യമാണ് എങ്കിൽ വളരെ വ്യക്തമായിട്ട് നേരത്തെ തന്നെ MP രാജേഷിന് പറയാമല്ലോ, പിണറായി വിജയന് പറയാമല്ലോ, ഞങ്ങളുടെ മദ്യനയം ഇതാണ്, നിങ്ങൾക്ക് ഏത് കമ്പനികൾക്ക് വേണമെങ്കിലും ബ്രൂവറിയും ഡിസ്റ്റിലറിയും തുടങ്ങാനുള്ള നയം ഞങ്ങളുടെ മദ്യനയത്തിലൂടെ മാറ്റി കഴിഞ്ഞിട്ടുണ്ട്, സ്വീകരിക്കാമല്ലോ, ക്ഷണിക്കാമല്ലോ. ഇനി 2, നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ കൃത്യമായ മറുപടി വന്നാൽ മതിയോ? എലപ്പുള്ളി പഞ്ചായത്ത്, ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജലലഭ്യതയുടെ അടിസ്ഥാനത്തിൽ റെഡ് സോൺ ആണ്. റെഡ് സോൺ. ഈ 26 ഏക്കറിനകത്ത് നെൽവയലുകളുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദിപ്പിക്കുന്ന 1600 നെല്ലുൽപാദിപ്പിക്കുന്ന കോഴിക്കോട് പഞ്ചായത്തിൽ ഒന്നാണ് എലപ്പുള്ളി പഞ്ചായത്ത്. തീർന്നില്ല. കഴിഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ മണ്ണും ജലവും സംരക്ഷിക്കുന്നതിനുള്ള അവാർഡ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഈ എലപ്പുള്ളി പഞ്ചായത്താണ്. എല്ലാ വേനൽക്കാലമല്ല, ഈ മാസം മുതൽ ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുക്കുന്ന സ്ഥലമാണ് എലപ്പുള്ളി പഞ്ചായത്ത്. 3000 വാട്ടർ കണക്ഷനുകൾ കൊടുക്കാൻ ഇപ്പോഴും പണി പൂർത്തീകരിക്കാത്ത ഇടമാണ് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത്. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിൽ ഇന്നും ആളിയാറിൽ നിന്ന് കിട്ടുന്ന ടാങ്കിന്റെ പണി പണമില്ല പൂർത്തീകരിക്കാത്തതാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നാടിന്റെ വികാരത്തെ മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ ഇതുമായി മുന്നോട്ട് പോകാൻ, നിയമസഭയിൽ ജയിച്ചു എന്ന് കുറെ ആളുകൾ ചേർന്ന് നിന്ന് പറഞ്ഞ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്ലാച്ചിമടയിലെ പെപ്സിയുടെ സമരത്തിന്റെ കാലത്തിലേക്ക് തന്നെയാണ്. ഇവിടെ ലാൽകുമാർ വരാം താങ്കളിലേക്ക് വരാം. നിജേഷ്, ഞാൻ വരാം. ലാൽ, ഇതിലൊരു പ്രധാന കാര്യം, ഇപ്പോൾ നിജേഷ് സംസാരിച്ചു വന്നതിൻ്റെ അവസാന ഭാഗത്തുണ്ടായിരുന്നത് രാഷ്ട്രീയ ആരോപണങ്ങളാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് സ്വാഭാവികമായി മറുപടി പറഞ്ഞ് രാഷ്ട്രീയമായി തന്നെ മറുപടി പറയാം. ഇത് ഒരു ആരോപണമായി പ്രശ്നമായി ഉന്നയിച്ച പ്രതിപക്ഷം ഇതിനകത്ത് പല കാര്യങ്ങളും പറഞ്ഞു. ഒന്ന്, ടെൻഡർ വിളിക്കാതെയാണ് ഇത് കൊണ്ടുവന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, അത് സാങ്കേതികമായി തന്നെ തള്ളപ്പെട്ടു. ഇപ്പോൾ അതേക്കുറിച്ച് മിണ്ടാട്ടമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആളുകളെ ഒന്ന് ആശയക്കുഴപ്പത്തിലാക്കാനോ ഒന്ന് സംശയിപ്പിക്കാനോ കഴിയുന്ന ഒന്നാണ് ജലചൂഷണം എന്നുള്ളത്. പ്രത്യേകിച്ച് ആ ഭാഗത്ത് ഇപ്പോൾ കണ്ടില്ലേ, നിജേഷ് അതുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തിൻ്റെ ഒരു ജോഗ്രഫിക്കൽ സാധ്യതകളും പ്രശ്നങ്ങളും അവതരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ ഭൂഗർഭ ജലചൂഷണം സംഭവിച്ചാലാണ് ആ പ്രശ്നം. പക്ഷേ ഈ കരാറിലും ഈ നാട് ഭരിക്കുന്ന സർക്കാരും ഉത്തരവാദിത്തത്തോടെ ഒരു നാടിനോട് ആ നിലയിൽ സംഭവിക്കില്ല, ഭൂഗർഭ ജലചൂഷണം ഉണ്ടാകില്ല, ആ നിലയിലല്ല അതിലെ വ്യവസ്ഥ എന്ന് ഒരു സർക്കാർ സഭയ്ക്കകത്തും അല്ലാതെയും ജനങ്ങളോട് പറഞ്ഞാൽ പ്രതിപക്ഷത്തിന് വിശ്വസിക്കാതിരിക്കാൻ സ്വാഭാവികമായും രാഷ്ട്രീയമായി അവർക്ക് അതേ തരമുള്ളൂ. പക്ഷേ നാടെന്താണ് മുഖവിലക്കെടുക്കേണ്ടത്? പ്രതിപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പ്രശ്നങ്ങളെ ആ നിലയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? അതോ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് നിജേഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ചുരുങ്ങിയോ? ലാലിലേക്ക്, ലാൽകുമാർ. നോക്കൂ, ഇവിടെ നമ്മളൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം
സംസാരിക്കുന്ന ഏറ്റവും വലിയ വേദി അത് നിയമസഭയാണ്. ആ നിയമസഭയിൽ സുവ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജലചൂഷണം അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സിനെ എക്സ്പ്ലോയ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യവും ചെയ്യത്തില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ആ വാക്കുകൾ വിശ്വസിക്കാൻ പറ്റാത്തതിന് കാരണം എന്താണ്? നോക്കൂ, സംസ്ഥാനത്തെ ജനതയോട് സംസ്ഥാനത്തെ ജനത തന്നെ തിരഞ്ഞെടുത്ത ഒരു നേതാവ്, അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നു, അദ്ദേഹം നിയമസഭയിൽ പറയുന്നു ഇന്നതാണ് പ്രശ്നം. കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ ഇപ്പോൾ പാലക്കാട് ജനങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടെന്നിരിക്കട്ടെ. ആ കൺഫ്യൂഷൻസ് ദൂരീകരിക്കാനായിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. പക്ഷേ അതിന് പകരം നമ്മൾ ആശങ്ക കൂടുതൽ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് തുരങ്കം വെക്കുക എന്ന് നമ്മൾ പറയും മലയാളത്തിൽ. അതല്ലേ സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു കാരണവശാലും ഈ പറയുന്ന ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സ് ഉപയോഗിക്കത്തില്ല എങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് അറേഞ്ച്മെൻറ്റ്സാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ഇതിനകത്തെ വിഷയം? നമുക്ക് ഇവിടുന്ന് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നതും മറ്റ് കാര്യങ്ങളിലേക്കും പോകുന്നു അവോയ്ഡ് ചെയ്യരുതോ? അപ്പോൾ നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആകുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മുടെ ഡെവലപ്മെൻറ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്നൊരു കാര്യമാണ്. ആ സെൽഫ് സഫിഷ്യൻസിയിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമമാണോ നടത്തുന്നത്? ഒന്നത്. രണ്ട്, ഈ മദ്യശാല അല്ലെങ്കിൽ ഈ പറയുന്ന നിർമ്മാണ ബ്രൂവറി ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഇവിടെ LDFൻ്റെ നയം എല്ലാവരെയും കള്ളു കുടിപ്പിച്ച് കിടത്തുക എന്നുള്ളൊരു ധാരണ, അത് ആ ഫോൾസ് നറേറ്റീവാണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളതാണ്. ഇതൊരു വലിയ പ്രശ്നമാണിത്. ഇങ്ങനെ ഫോൾസ് നറേറ്റീവ് ഉണ്ടാക്കുക തന്നെയാണ് കുറേ നാളുകളായി ഈ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത്. താങ്കൾ ആദ്യം സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, താങ്കൾ വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. കഴിഞ്ഞ 9 വർഷക്കാലമായി പ്രതിപക്ഷത്തിന് തെളിയിക്കാൻ പറ്റിയ എന്തേലും ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ടോ? അവരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലായ്പ്പോഴും ഈ പറയുന്ന ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ, ആശങ്ക ജനങ്ങളിൽ പടർത്തുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ പറയും. ഇത് തന്നെ ഗെയിൽ പദ്ധതിയുടെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന ദേശീയപാത വികസനത്തിൻ്റെ കാര്യമാണെങ്കിലും ഓരോ വിഷയത്തിലും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ വിഷയം കേരളയിലാണ്. നോക്കൂ, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അറേഞ്ച്മെൻറ്റ് കേരളത്തിലെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വെൽ നെറ്റ്വർക്ക്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മൾ ലോകം മൊത്തം കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് പെട്ടെന്ന് യാത്ര ചെയ്യത്തക്ക രീതിയിലൊരു സംവിധാനം കേരളയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പീഡ് റെയിൽ അങ്ങനെ എടുക്കൂ. അത് വരുമ്പോഴത്തേക്കിന് അതിൻ്റെ മെറിറ്റ്സിനെ കുറിച്ചൊന്നും പറയാതെ, ഡിമെറിറ്റ്സ് ഓഫ് കോഴ്സ് ഉണ്ടാവും, ആ ഡിമെറിറ്റ്സിനെ കുറിച്ച് പറയാതെ പദ്ധതികൾക്ക് തുരങ്കം വെക്കുക. കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇപ്പം ദേശീയപാതയിൽ കൂടെ യാത്ര ചെയ്യുന്നു, ഇപ്പം വികസനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിൻ്റെ ഉള്ള ഭാഗത്ത് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്ത് വികസനമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന്. അത് വ്യക്തമായി മനസ്സിലാവും. ഇങ്ങനെ ഒരു കാര്യം അനുഭവിച്ചറിയുമ്പോഴേ ജനങ്ങൾക്ക് വികസനത്തിൻ്റെ ആ മാനം അറിയാൻ പറ്റൂ. അതുവരെ അവർക്കത് അറിയാൻ പറ്റില്ല. അതുവരെ തുരങ്കം വെക്കാനും അതുവരെ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും ഇവർ വിചാരിച്ചാൽ പറ്റും. അതാണ് ഇവർ വ്യക്തമായി. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 9 വർഷക്കാലം അധികാരത്തിൽ നിന്ന് മാറി നിന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നോക്കൂ, മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് പറഞ്ഞത് തങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു, അധികാരമില്ലാതെ ഇനിയും തുടരാൻ പറ്റില്ല. അപ്പം അധികാരമില്ലാതെ തുടരാൻ പറ്റാത്ത ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു മുന്നണിയോ ആയി UDF മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ പറഞ്ഞതല്ലല്ലോ. അപ്പം ഈ അധികാരത്തിലേക്ക് എത്താൻ എന്തൊക്കെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ ഈ സംസ്ഥാനത്ത് ഇനി വരാൻ പോകും. ഞാൻ കഴിഞ്ഞ വർഷത്തെ പിണറായി വിജയൻ്റെ മന്ത്രിസഭയുടെ അവസാന കാലത്ത് ഞാൻ ഇതേ വരി ശരത്തിയായിട്ടോട് പറഞ്ഞതാണ്. ഇനിയും വരാൻ പോകുന്ന നാളുകളിൽ കള്ളപ്രചരണം അല്ലെ നുണപ്രചരണങ്ങളുടെ വലിയൊരു ഘോഷയാത്ര തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ്. അതേപോലെ തന്നെ ഇനിയും വരാൻ പോകുന്ന നാളുകളിൽ ഇതുപോലെ കള്ളപ്രചരണത്തിൻ്റെയും ദുഷ്പ്രചരണത്തിൻ്റെയും ഘോഷയാത്രകൾ വന്നുകൊണ്ടിരിക്കും. അതിനെ വസ്തുതാപരമായി പൊളിക്കേണ്ടത് നമ്മുടെ ദൗത്യമായി മാറുന്നു മാത്രം. റൈറ്റ്. ഇപ്പോൾ ശ്രീ അരുൺകുമാർ കൂടി ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ലാൽകുമാറും അതുപോലെ തന്നെ നിജേഷ് അരവിന്ദുമാണ് സംസാരിച്ചത്. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം താങ്കൾ ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. ഒന്ന്, പ്രതിപക്ഷം ഏറ്റവും അവസാനം കൊണ്ടുവന്ന ഐറ്റം എന്ന് പറയുന്നത്, ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഈ പാലക്കാട്ടെ എലപ്പുള്ളിയിലെ സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. രണ്ട്, നന്ദിപ്രമേയ ചർച്ചയ്ക്ക് വളരെ വിശദമായ മറുപടിയാണ് മുഖ്യമന്ത്രി 2 മണിക്കൂറിലേറെ സമയമെടുത്ത് പ്രതിപക്ഷത്തെ ഓരോ അംഗവും പറഞ്ഞ പ്രശ്നങ്ങൾ കുറിച്ചു വെച്ച് അതിലവരുടെ പേര് സഹിതം എടുത്ത് അവർ പറഞ്ഞ ഓരോന്നിനെയും വിശദീകരിച്ചും ഖണ്ഡിച്ചും അവരുടെ വാദഗതിയിലുള്ള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന പിശകുകളടക്കം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണപ്രതിപക്ഷ മുൻതൂക്കം അതിനെങ്ങനെ എന്നതുകൂടി നമ്മുടെ മുമ്പിലുണ്ട്. അത് രണ്ടാമത് വരാം. ഈ ആദ്യ വിഷയത്തിലേക്ക് വന്നാൽ, നിജേഷ് സംസാരിച്ചു വെച്ചപ്പോൾ ഏതാണ്ട് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉന്നയിച്ച കുറേ ആരോപണവുമായി ബന്ധപ്പെട്ട ടെൻഡർ എവിടെ നടത്തി, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അതിലേക്കൊന്നും നിജേഷ് പോയിട്ടില്ല. പകരം നിജേഷ്
ഈ എലപ്പുള്ളി അതുപോലെ തന്നെ ചിറ്റൂർ ബ്ലോക്ക് ഈ ഭാഗത്തെ ജല ദൗർലഭ്യവുമായി ബന്ധപ്പെട്ട പൊതു സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് അവിടേക്ക് ഈ പദ്ധതി വരുന്നത് കൊണ്ടുണ്ടാകുന്ന ഈ പ്രോജക്റ്റ് വരുന്നത് കൊണ്ടുണ്ടാകുന്ന അപകടത്തെ ജലചൂഷണം എന്നതിലേക്കാണ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ മുഖ്യമന്ത്രി സഭയിൽ ഉറപ്പ് നൽകിയല്ലോ എന്നതൊന്നും പ്രതിപക്ഷം മുഖവിലേക്ക് എടുക്കാൻ തയ്യാറല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് രാഷ്ട്രീയ ആരോപണമാണ്. ആ രാഷ്ട്രീയ ആരോപണം എന്ന് പറയുന്നത് ഒയാസിസ് എന്ന് പറയുന്ന ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു ഷെയ്ഡി ക്യാരക്ടറുണ്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടതാണ്, പ്രതിപക്ഷവാദമാണ്. അങ്ങനെയുള്ള ആളെ കൊണ്ടുവരാൻ, അവരെ മാത്രമായി എത്തിക്കാൻ മദ്യനയത്തിലൂടെ കാലങ്ങളായി എടുത്തൊരു പ്രോസസ്സാണ് ഇവിടെ നടമാടിയത്. ഇത്രയുമാണ് നിജേഷ് പറഞ്ഞു വെച്ചത്. അതിനാണ് CPIM പ്രതിനിധി എന്ന നിലയിൽ താങ്കൾ മറുപടി പറയേണ്ടത്. ശരത്തെ 16/1/2025 ഈ ഉത്തരവ് ഇറങ്ങിയത്. ഗവൺമെന്റിന് കിട്ടിയ ഒരു പ്രപ്പോസൽ പരിശോധിച്ച് പരിഗണിച്ച് അതിനൊരു ഇൻ പ്രിൻസിപ്പൽ അപ്രൂവലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏകജാലകം വഴി ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അതിന് 3 വർഷത്തിനുള്ളിൽ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസും ഹാജരാക്കിയാൽ മതി. അതുവരെ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ കൊടുത്ത് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ടെൻഡർ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകാം. ഇത് പുറത്തു വന്നപ്പോൾ തന്നെ UDF, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും തമ്മിൽ മത്സരിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. കാരണം പഴയ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള പല പദ്ധതികളും അടച്ചുപൂട്ടി ഈ കേരളത്തിൽ വ്യവസായ സംരംഭം വരാതിരിക്കുന്ന കാര്യത്തിൽ വിജയിച്ച ആൾ തന്നെയാണ്. കാരണം ഉദാഹരണങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് പറയാം. അപ്പോൾ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നതിലുള്ള തർക്കവും ആരാണ് ആദ്യം ആരോപണം ഉന്നയിക്കുന്ന തർക്കവും വെച്ചിട്ട് ഏറ്റവും ആദ്യം പറഞ്ഞു ഇത് ഗവൺമെന്റിന്റെ മദ്യനയത്തിന് വിരുദ്ധമാണ്. മദ്യനയത്തിന് വിരുദ്ധമായ ഒരു പദ്ധതി ഏകപക്ഷികമായി നമ്മുടെ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുക, എക്സൈസ് മന്ത്രി പ്രഖ്യാപിക്കുക, എത്ര കിട്ടിയെന്നങ്ങ് പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ ഒരു പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി സ്റ്റാൻഡേർഡ് വേണ്ടേ? പറയുന്ന വസ്തുത ശരിയാണെന്നുള്ള ബോധ്യം വേണ്ടേ? ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കണ്ടേ? ഈ മദ്യനയത്തിന്റെ 24ാമത്തെ പാരഗ്രാഫിൽ സംസ്ഥാനത്ത് മദ്യ ഉൽപാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ENA കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും. ആയതിന് തയ്യാറാക്കുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും. ഇത് 2022-23 ഘട്ടത്തിലും 23-24 മദ്യനയത്തിലും കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ മദ്യനയത്തിന് വിരുദ്ധമായിട്ടാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന വാദം ആദ്യം തന്നെ പൊളിഞ്ഞു. രണ്ടാമത്, ടെൻഡർ പ്രഖ്യാപിച്ചില്ല. ടെൻഡർ വഴിയല്ല കൊടുത്തത്. ഏതെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒരു അപേക്ഷ കൊടുത്താൽ അത് പരിശോധിക്കുന്നതും പരിഗണിക്കുന്നതും ടെൻഡർ മുഖേനയാണോ? ഇത് ഗവൺമെന്റ് പദ്ധതി അല്ലല്ലോ, ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ വികസനം അല്ലല്ലോ. ഈ നിരവധി എന്റർപ്രണർമാർ, സംരംഭകർ വന്ന അപേക്ഷ തരും, അത് പരിശോധിച്ച് പരിഗണിച്ച് കൃത്യമായി ഏകജാലകത്തിലൂടെ അതിൻ്റെതായിട്ടുള്ള നിയമത്തിന് വിധേയമായിട്ടുള്ള അനുമതി കൊടുക്കും. അതിന് ടെൻഡർ വേണമെന്ന് പറഞ്ഞു. അവസാനം അത് ശുദ്ധ മണ്ടത്തരമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ 2 പ്രതിപക്ഷ നേതാക്കളും അതിൽ നിന്ന് പിൻവലിച്ചു പോയി. മൂന്നാമതുള്ള ആരോപണം എന്താ? പഞ്ചായത്ത് അറിഞ്ഞില്ല. ഇത്തരത്തിലൊരു സംരംഭം വരുമ്പോൾ പഞ്ചായത്ത് അറിയണ്ടേ? പഞ്ചായത്തിന്റെ അനുമതി വേണ്ടേ? ഏകജാലകം വഴി ഈ രാജ്യത്തെ നിയമപ്രകാരം ഇത്തരത്തിലൊരു പരിശോധന നടക്കുമ്പോൾ അതിന്റെ ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ കൊടുക്കുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ലൈസൻസും അനുമതി പത്രവും എല്ലാം വിത്തിൻ 3 yearsനുള്ളിൽ ഹാജരാക്കിയാൽ മതി. അപ്പൊ ആ വാദവും പോയി. ഏറ്റവും അവസാനമാണ് ജലചൂഷണം എന്ന്. അതിനുവേണ്ടി ചില കണക്കുകൾ, പ്രത്യേകിച്ച് ഒരു കപട പരിസ്ഥിതിവാദികളെല്ലാം രംഗത്ത് വന്ന് ഏത് വികസനം വന്നാലും ഏത് പദ്ധതി വന്നാലും എതിർക്കുന്നവരും അതിലൂടെ കുറെ നാൾ ജീവിക്കുകയും ചെയ്യുന്നവരെല്ലാം ചില കണക്കുകളുമായി വന്ന് രംഗത്ത് വന്നു. പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലായി. ഇന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്, പ്രതിദിനം 50,000 ലിറ്റർ മതി ഈ പദ്ധതി തുടങ്ങുന്നത് വരെ. അത് ഫൈനൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം ലിറ്ററാണ് മാക്സിമം. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റി തന്നെ അതിൻ്റെതായിട്ടുള്ള ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട്. കാരണം കിൻഫ്രയുടെ ഇത്തരത്തിലുള്ള ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ടുണ്ട്, അതുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഭൂഗർഭ ജലത്തിന്റെ ഒരു തരത്തിലുള്ള ഉപഭോഗവും അവിടെ ഇല്ല. കാരണം കുഴി കുത്തി ഭൂഗർഭ ജലം എടുക്കുന്ന ഒരു പദ്ധതിയെ അവർക്കില്ല, അത്തരത്തിലുള്ള ഒരു പ്ലാന്റേ ഇല്ല. ഈ ഉത്തരവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രോജക്റ്റിന് ആവശ്യമായ ജലം നൽകുന്നതിന് കേരള വാട്ടർ അതോറിറ്റി അനുമതി നൽകിയിട്ടുണ്ടെന്നും നിലവിലെ നിയമപ്രകാരം റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് നടത്തി മഴവെള്ളം സംഭരിക്കാനുള്ള പദ്ധതിയും കമ്പനി പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയതിനാൽ ജലത്തിന്റെ ചൂഷണം പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുമെന്നും ഈ രീതിയിലുള്ള മൾട്ടി ഫീൽഡ് പ്രോജക്ട് ഇന്ത്യയിലെ ആദ്യത്തെ സംരംഭമാണെന്നും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഓയിൽ കമ്പനികൾ വിളിച്ച ടെൻഡറിൽ എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പരിചയസമ്പന്നരായ സംരംഭകരുടെ ലിസ്റ്റിൽ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് മാത്രമാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സംരംഭം, കേന്ദ്ര ഗവൺമെന്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഏക കമ്പനി. അതുപോലെ ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് 20 വർഷമായി പരിചയസമ്പന്നയും സാങ്കേതിക പ്രാവണ്യം എല്ലാം ഉണ്ട്. ഒരു കാര്യം അങ്ങനെ പറഞ്ഞു പോവില്ലേ? നേരത്തെ നിജേഷ് പറഞ്ഞത് എന്താണ്? നിജേഷ് പറഞ്ഞത് ആ സംസ്ഥാനങ്ങളിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തതാണ്, അവിടെ ജലചൂഷണം നടത്തിയതിൻ്റെ പ്രശ്നം ആക്ഷേപം നേരിടുന്ന കമ്പനിയാണ് ഒയാസിസ്. അങ്ങനെയാണ് കോൺഗ്രസിന്റെ വാദം. നിജേഷ് അവതരിപ്പിച്ചു വെച്ചത് അങ്ങനെയാണ്.
അല്ല, കോൺഗ്രസ് അങ്ങനെ ഒരുപാട് വാദം എടുക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും വാദം സാധൂകരിക്കുന്ന എന്തെങ്കിലും തെളിവ് ഇവർക്ക് ഹാജരാക്കാൻ കഴിയുമോ? ഒരു കമ്പനി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില പരാതികളോ പരിഭവങ്ങളൊക്കെ വരും. അത് ആ കമ്പനി അതിൻ്റെതായിട്ടുള്ള നിയമ സംവിധാനത്തിലൂടെ മാത്രമേ പോകാൻ കഴിയൂ. ഏതെങ്കിലും തരത്തിൽ മലിനീകരണമുണ്ടോ, മലിനീകരണ വകുപ്പും അതുപോലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പും മറ്റ് ബന്ധപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ അണ്ടർ സർവൈലൻസിൽ തന്നെയാണ്. ഏതെങ്കിലും തരം ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഈ കൃത്യമായി ആ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഓയിൽ കമ്പനികൾ വിളിച്ച ടെൻഡറിൽ എഥനോൾ ഉൽപാദനത്തിന് പരിചയസമ്പന്നരായ സംരംഭകരുടെ ലിസ്റ്റിൽ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാത്രമാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് ഈ ഉത്തരവിൽ തന്നെ കോട്ട് ചെയ്തിരിക്കുകയാണ്. ഇത്രയും വലിയ സംരംഭം ഈ കേരളത്തിൽ ആരംഭിക്കുമ്പോൾ ഒറ്റ ചോദ്യം, മദ്യ ഉപഭോഗമുണ്ട്, ആ മദ്യം അയൽവക്ക സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരാം. അതുപോലെ തന്നെ കേരളത്തിൽ അസംസ്കൃത വസ്തുവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. പ്രത്യേകിച്ച് കർണാടകം, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. അതിന്റെ യാത്ര, ട്രാൻസ്പോർട്ടേഷൻ ചെലവെല്ലാം ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് ഈടാക്കുകയും ചെയ്യണം. ഇത് സ്വയം പര്യാപ്തതയോടെ കേരളത്തിൽ തന്നെ ആരംഭിക്കണം. അത് കാർഷിക മേഖലയ്ക്ക് വലിയ ഉണർവുണ്ടാക്കി അരി, ചോളം, വെജിറ്റബിൾ വേസ്റ്റ്, മരച്ചീനി, സ്റ്റാർച്ച്, ഗോതമ്പ്, മധുരക്കിഴങ്ങ് എന്നീ കാർഷിക വിളകളുടെ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര നേട്ടം ഈ കാർഷിക മേഖലയ്ക്ക് ഉണ്ടാകും. 2, ഇതിന് സീറോ ഡിസ്ചാർജ് ആണ്. ഇതിൽ നിന്ന് വരുന്ന ഉൽപ്പന്നത്തിന്റെ ബാലൻസ് ബാക്കി അത് ഉപയോഗിച്ചുകൊണ്ട് കാലിത്തീറ്റയും കോഴിത്തീറ്റയും ഉണ്ടാക്കി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ഉണ്ടാക്കുന്നു. ഒരു തരത്തിലുള്ള ചൂഷണമില്ല എന്ന് ഇതിന്റെ കൃത്യമായിട്ടുള്ള പ്രോജക്റ്റ് നോക്കിയിട്ടാണ് അനുവാദം കൊടുത്തിരിക്കുന്നത്. ഇത് വരട്ടെ, സംവിധാനം നോക്കട്ടെ, സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ് വരട്ടെ. ഇതൊന്നും കൂടെ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് എത്ര പരസ്പര വിരുദ്ധമായിട്ട കാര്യമാണ് രണ്ട് പ്രതിപക്ഷ നേതാക്കളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ പരിശോധിക്കും, ജനങ്ങൾ മനസ്സിലാക്കും. അതിന് ചുട്ട മറുപടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ കൊടുത്തത്. ഏത് തരത്തിലുള്ള വിഷയവും സംശയമുണ്ടോ ചർച്ച ചെയ്യാം, ആശങ്കയുണ്ടോ ചർച്ച ചെയ്യാം. ഒരു പുതിയ സംരംഭം വരട്ടെ, നിരവധി ആളുകൾക്ക് ജോലി കിട്ടുന്നു, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്മൾ ഒന്നാമതാണ്. അത്തരത്തിലുള്ള ചർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഒന്നും ഞങ്ങൾ അനുവദിക്കില്ല എന്ന UDFന്റെ ആ നിലപാടിനെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കും, അതിൽ സംശയമില്ല. ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കാനാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം കേരളത്തിലില്ലല്ലോ എന്ന് ചിലപ്പോൾ നിജേഷ് മനസ്സിൽ പറയുന്നുണ്ടാവും. ഏതായാലും നിജേഷ്, ഒരു കാര്യം വ്യക്തമാണ്, സർക്കാരിനോ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നവർക്കോ ഒരാശയക്കുഴപ്പവും ഇക്കാര്യത്തിലില്ല. എന്തെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടെങ്കിൽ അതങ്ങനെ സംഭവിക്കട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ പ്രേക്ഷകർക്ക് തോന്നൂ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കിടപ്പ്. നേരത്തെ തുരങ്കം വെക്കുന്ന പണിയാണ് പ്രതിപക്ഷത്തിന് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സാന്ദർഭികമായി ഓർത്തൊരു കാര്യമുണ്ട്. വയനാട്ടിലെ തുരങ്കപാതയ്ക്ക് തുരങ്കം വെച്ച ഒരു അനുഭവം നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിട്ടുണ്ട്. പിന്നീടാണ് ആ തുരങ്കം വെച്ച പരിപാടിയിൽ നിന്നൊന്ന് പിൻവാങ്ങിയത്. അപ്പോൾ തുരങ്കം എന്ന ലാലിൻ്റെ വാക്കിന് ഒരുപാട് മാനമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചതാണ്. പക്ഷേ ഇത് പറയുമ്പോഴും കേരളം ഭരിക്കുന്ന സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് എന്താണ് നിജേഷ് നാടിൻ്റെ ഒരു പൊതു ധാരണ എന്താണ്? അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ. പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. ഇതിനിടയിലൊരു ഒളിച്ചുകളിയില്ല. അതുകൊണ്ട് തന്നെ സഭയിലടക്കം മുഖ്യമന്ത്രി ഒരു കാര്യം വിശദീകരിച്ചാൽ നാടിന് ഒരു ബോധ്യം ഇക്കാര്യത്തിലുണ്ട്. അതിനനുസരിച്ച് അതിൻ്റെ ഒരു ഡ്യൂ പ്രോസസ്സിൽ എവിടെയെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ നിങ്ങൾക്ക് തുറന്നു കാട്ടാൻ കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യണം. പക്ഷേ നിങ്ങളുടെ ചിന്താഗതി, ഞങ്ങൾ പ്രതിപക്ഷത്താണ്, ഇവിടെ വ്യവസായ വികസനം വരരുത്, ഇതൊന്നും വരരുത്, ഇതിനെല്ലാം ഞങ്ങൾ എതിർക്കും എന്ന് പറയുന്ന ഒരു മനോഭാവത്തിൻ്റെ ഉടമകളായി മാറുന്നു. പ്രതിപക്ഷ നേതാക്കൾ തമ്മിൽ വലിയ മത്സരം, അതിൻ്റെ ഭാഗമായി കാഴ്ചവെക്കുന്ന ചില മണ്ടത്തരങ്ങൾ വിളിച്ചു പറയൽ, പറഞ്ഞത് പലതും വിഴുങ്ങുന്നു, പുതിയത് പറയാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ വിശദീകരണവുമായി സർക്കാർ നിങ്ങളെ നേരിടുന്നു. ഇതല്ലേ അവസ്ഥ കേരളത്തിൽ കാണുന്നത് നിജേഷ്? ഞാൻ ഏതിനൊക്കെ മറുപടി പറയണം അത് നിജേഷ് തീരുമാനിച്ചാണ്. ഇപ്പോ ശ്രീ ലാൽ പറഞ്ഞെടുത്ത് തുടങ്ങാം. മിസ്റ്റർ ലാൽ, ഞങ്ങൾ ഇങ്ങനെ തുരങ്കം വെച്ച് നടക്കുന്ന ആളുകളല്ല. പറയേണ്ടത് പറയുകയും എതിർക്കേണ്ടതിനെ എതിർക്കുകയും ചെയ്തേ മതിയാകൂ. കാരണം നമ്മുടെ അനുഭവങ്ങൾ അതാണ്. ഈ സർക്കാർ സുതാര്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, ഞങ്ങൾക്കത് തോന്നുന്നില്ല. കേരളത്തിലെ ജനതയ്ക്കും അത് തോന്നുന്നില്ല. ഓരോ വിഷയങ്ങൾ എടുത്ത് നമുക്ക് പരിശോധിക്കാം. നേരത്തെ അരുൺകുമാർ പറഞ്ഞ് പെയിന്റ് അടിച്ച അല്ലെങ്കിൽ വെള്ള പൂശിയ ഈ ബ്രൂവറി എന്തുകൊണ്ട് 2018 വന്ന സമയത്ത് അത് മുന്നോട്ട് പോയില്ല? ശ്രീ രമേശ് ചെന്നിത്തല അന്ന് പ്രതിപക്ഷ നേതാവായതുകൊണ്ട് നിർത്തിപ്പോയി എന്നൊക്കെ ഇരട്ടച്ചങ്കും 3 ചങ്കുമുള്ള ആളുകൾ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് പൊതുജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് ഇതാണ് ശരി എന്ന് പറഞ്ഞ് പോയാൽ മതിയായിരുന്നല്ലോ. അത് പറ്റാത്ത സാഹചര്യം എങ്ങനെയുണ്ടായി? പൊതുവിദ്യാഭ്യാസം നേരത്തെ ശരത്തൊന്ന് സൂചിപ്പിച്ചു പോയി. പൊതുവിദ്യാഭ്യാസം, എന്റെ പ്രിയപ്പെട്ട ശരത്തെ, 1 ലക്ഷത്തിലധികം കുട്ടികളാണ് ഈ വർഷം പൊതുവിദ്യാഭ്യാസത്തിൽ കുറഞ്ഞത്. പൂട്ടാൻ പോകുന്നത് സ്കൂളുകളല്ല എന്ന് പറഞ്ഞിടത്ത് സ്കൂളുകൾ പൂട്ടേണ്ട അവസ്ഥയിലാണ് കേരളത്തിനകത്തുള്ളത്. ഒരു കേസ് പറയാം. ഒരു കേസ് ഞാൻ ഇതിൽ കാണുന്ന ഒരു പ്രശ്നം, നിങ്ങൾ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ അപ്പുറത്ത് അരുൺ വസ്തുതകൾ വെച്ച് അതിന്റെ ഡീറ്റെയിൽസ് വെച്ച് സംസാരിക്കുന്നു. നിങ്ങൾ ചില സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ പാകി പോവുകയാണ്.
ചർച്ചയ്ക്ക് വേണ്ടി എനിക്ക് അറിയാനുള്ള താല്പര്യം കൊണ്ടാണ് അങ്ങനെ പൂട്ടിപ്പോകാൻ പോകുന്ന ഒരു 5 സ്കൂളിൻ്റെ പോട്ടെ ഒരു സ്കൂളിൻ്റെ പേര്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം, മലാപ്പറമ്പ് UDFൻ്റെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിങ്ങളുടെ നാട്ടിൽ തന്നെ പൂട്ടിയ സ്കൂളല്ലേ. 2 ദേശീയ തലത്തിൽ സ്കൂളുകളിലെ ഡ്രോപ്പ് ഔട്ട് എത്രയാണ്? ആ ഡ്രോപ്പ് ഔട്ടിൽ ദേശീയ ശരാശരിക്കും എത്രയോ താഴെയാണ് കേരളം നിൽക്കുന്നത്. കേരളത്തിൻ്റെ ആ മികവ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾക്ക് അങ്ങനെ കണ്ണടച്ച് രാഷ്ട്രീയ വിരോധം കൊണ്ട് പറഞ്ഞു തീർക്കാനോ? പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്, മറുപടി എനിക്ക് നിർബന്ധമില്ല. എന്നെ കോട്ട് ചെയ്തുകൊണ്ട് മാത്രം മറുപടി ഉണ്ട് ശരത്ത്. ശരി, ആയിക്കോട്ടെ. ഇന്ന് PSC വഴി ജോലി കിട്ടിയ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെട്ട സാഹചര്യം കേരളത്തിലുണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാം. സ്കൂള് പൂട്ടുന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വേറെ പറയല്ലേ, സ്കൂള് പൂട്ടാൻ പോകുന്നു പറഞ്ഞു. ആ പൂട്ടാൻ പോകുന്ന സ്കൂളിന്റെ പേര് പറ. അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞു. പൂട്ടാൻ പോകുന്ന സ്കൂളിന്റെ പേര് പറ, നമുക്ക് അരുണിനോട് ചോദിക്കാം. കോഴിക്കോട് ജില്ലയിലെ കായണ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ബാച്ച് എടുക്കപ്പെട്ടു. 10ാം ക്ലാസ് ജയിക്കാത്തത് കൊണ്ടല്ലോ, കുട്ടികൾ +1 ഇല്ലാത്തത് കൊണ്ടല്ലോ. ഇന്ന് എറണാകുളം തെക്കോട്ട് പല ഹയർ സെക്കൻഡറി സ്കൂൾ. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നേ. അതല്ല നിജേഷ് ചർച്ചയുടെ ഭാഗമായി മുന്നോട്ട് വെച്ച ആരോപണത്തിന്റെ ഉത്തരവാദിത്വം താങ്കൾക്കാണ്, എനിക്കല്ല. താങ്കളത് പറഞ്ഞാൽ ഞാൻ പേര് സഹിതം പറഞ്ഞു. മലാപ്പറമ്പ് സ്കൂള് ഉമ്മൻചാണ്ടി കാലത്ത് പൂട്ടിയില്ലേ? ഒരേ ഒരു സ്കൂൾ, ഒരേ ഒരു മാനേജ്മെന്റ് സ്കൂൾ. ഞാൻ തിരിച്ച് ശരത്തിനോട് പറയുന്ന ഒറ്റ കാര്യം ഞാൻ പറയുന്നു. കഴിഞ്ഞ വർഷം 1 ലക്ഷത്തിലധികം കുട്ടികൾ പൊതുവിദ്യാഭ്യാസത്തിൽ നിന്ന് പുറത്തേക്ക് പോയി മറ്റ് വിദ്യാഭ്യാസത്തിന് തേരുന്നു. നിങ്ങൾക്ക് കണക്ക് പരിശോധിക്കാം. ശരിയാണോ തെറ്റാണോ? ജൂൺ മാസം 6ാം തീയതിയിലെ കണക്ക്, 6ാം വർക്കിംഗ് ഡേയിലെ കണക്കുണ്ടല്ലോ, നിങ്ങളെടുത്ത് പരിശോധിക്കുക. പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കും എന്ന് പറയുമ്പോൾ ഈ കൊല്ലം അത് നടന്നിട്ടുണ്ടോ ഇല്ലയോ നിങ്ങളത് പരിശോധിക്കുക. സ്കൂളിന്റെ പേര് പറഞ്ഞിട്ടാവാം. നിജേഷ് ഒരു പേര് പറഞ്ഞിട്ട് ബാക്കിയാവാം, എന്തോ ആവട്ടെ. അത് പറയാതെ താങ്കൾ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു. എന്താണ്? സ്കൂൾ ഇതാ പൂട്ടാൻ പോകുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഏതാണ് ആ സ്കൂളിന്റെ പേര്? താങ്കൾ അതിൽ നിന്ന് വഴുതി മാറുക. ആയിക്കോട്ടെ ശരത്ത്, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഞങ്ങൾ തുറക്കാൻ പോകുന്നത് അത് വേറെ, അതിനു മുമ്പ്, അത് കഴിഞ്ഞ റൗണ്ടിൽ എനിക്ക് ഓർമ്മയുണ്ട് നിജേഷ്, അത് കഴിഞ്ഞ റൗണ്ടിൽ പറഞ്ഞതാണ്. ഈ റൗണ്ടിൽ തുടക്കത്തിൽ പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. യെസ്, ആയിക്കോട്ടെ. ബാറുകളല്ല എന്ന് പറഞ്ഞെടുത്തു നിന്ന് നിങ്ങൾ തുറന്ന ബാറുകളുടെ കണക്കാണ് ഈ വിഷയത്തിലേക്ക് വരും. തുറന്ന ബാറുകളുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാനത് പറഞ്ഞത്, അല്ലാത്ത അടിസ്ഥാനത്തിലേക്കല്ല പറഞ്ഞത്. പിന്നെ അരുണിന്റെ മറുപടിക്ക് കൗണ്ടർ ഉണ്ടോ? യെസ്, ഞാൻ അവിടേക്ക് വരാന്നേ. 3 പേർക്ക് ഞാൻ മറുപടി പറയണ്ടേ. ഞങ്ങൾ ഈ സമരം നടത്തുന്നു എന്ന് പറയുന്നു. പ്രിയപ്പെട്ട അരുണെ, കഴിഞ്ഞ 17ാം തീയതി സെക്രട്ടേറിയറ്റിനകത്തേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു. ഞങ്ങളല്ല മാർച്ച് നടത്തിയത് കേരളത്തിലെ CPIയുടെ തൊഴിലാളി സംഘടനയായ AITUC ആണ്. ഇന്ന് ഒരു താലൂക്ക് ഓഫീസിനുള്ളിൽ റവന്യൂ വകുപ്പിനെതിരെ ഒരു സമരം ചെയ്തത് NGO യൂണിയൻ ആണ്. നവീൻ ബാബുവിന്റെ ഭാര്യ NGO യൂണിയന്റെയും ഗസ്റ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെയും അംഗമായ നവീൻ ബാബുവിന്റെ ഭാര്യ വരെ സമരം ചെയ്തു. ഇന്നലെ ജോയിന്റ് കൗൺസിൽ സമരം ചെയ്തു. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ എല്ലാം കൃത്യമായി പറയുന്ന ഒരു സർക്കാരാണ്, എല്ലാം നടപ്പിലാക്കുന്ന ഒരു സർക്കാരാണ്, വാക്കുപാലിക്കുന്ന സർക്കാരാണ്. നമ്മൾ എന്തുകൊണ്ട് വിശ്വസിക്കാതിരിക്കണമെന്ന് ശ്രീ ലാലും ശ്രീ അരുൺകുമാറും ശരത്തും ഒറ്റ ശ്വാസത്തിൽ പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് CPIയുടെ തൊഴിലാളി സംഘടന കഴിഞ്ഞ കുറെ ദിവസങ്ങളായി, മാസങ്ങളായി തെരുവിൽ സമരം ചെയ്യുന്നത്? ഓഗസ്റ്റ് സമര പ്രഖ്യാപനം നടത്തുന്നു. 1 ലക്ഷം ആളുകൾ അദ്ദേഹം സംസാരിച്ച മുഴുവൻ സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റിലെ നിങ്ങളുടെ വാദം അടപടലം പൊളിഞ്ഞതിനെ കുറിച്ചാണ്. താങ്കൾ വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ അതിലേക്ക് സമയം തന്നില്ലാന്ന് മാത്രം പറയരുത്. നിങ്ങൾ പ്രതിപക്ഷം തുരങ്കം വെക്കുകയാണ് എന്നാണല്ലോ 3 പേരും പറഞ്ഞത്. പ്രതിപക്ഷം അതിലാല് പറഞ്ഞു, അതിന് താങ്കൾ മറുപടി പറഞ്ഞു. ഈ വിഷയത്തിൽ ഫോക്കസ് ചെയ്ത് നിന്ന് അരുൺ സംസാരിച്ചു. അല്ല, കോൺഗ്രസിന് വിട്ടേക്ക്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഭരണപക്ഷ സംഘടനകളും സമരത്തിലുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് തിരിച്ച് കേരളയിൽ എന്തുകൊണ്ടാണ് ശ്രീ ലാൽ കേരളയിൽ നടക്കാതെ പോയത്? ഞങ്ങളാണോ? കാരണം കേരളിനെ മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിൽ ഒരു ബൈ ഇലക്ഷൻ നടന്നിരുന്നു. തൃക്കാക്കര ബൈ ഇലക്ഷൻ കേരളിനെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു. എന്തുകൊണ്ട്? പിന്നീട് അതിൽ നിന്ന് സർക്കാർ പിറകോട്ട് പോയി. മഞ്ഞക്കുറ്റിയുമായി ജനങ്ങളെ അടിച്ചോടിച്ച പദ്ധതിയിൽ നിന്ന് എന്തുകൊണ്ട് പിറകോട്ട് പോയി? ഞങ്ങൾ തുരങ്കം വെച്ചിട്ടാണോ? അല്ല. ഇനി നമ്മുടെ സ്പിരിറ്റ് കമ്പനിയിലേക്ക് വരാം. ഞാൻ ചോദിക്കുന്നു, അരുൺകുമാർ,
നിങ്ങൾ പറയുന്ന വെള്ളം കൊടുക്കില്ല എന്ന് ജലവിഭവ വകുപ്പിന്റെ എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു കരാർ വെച്ചിട്ടില്ല. 2 മലമ്പുഴയിൽ നിന്നാണ് കൊടുക്കുന്നത് എങ്കിൽ യുണൈറ്റഡ് ഡിസ്റ്റിലറീസുമായി ബന്ധപ്പെട്ട കേസിൽ, നമ്മുടെ വിജയ് മല്യയുടെ യുണൈറ്റഡ് ഡിസ്റ്റിലറീസുമായി ബന്ധപ്പെട്ട കേസിനകത്ത് കൃത്യമായ ഹൈക്കോടതി വേർഡിക്റ്റ് ഉണ്ട്. എന്താണ് പറഞ്ഞത്? മലമ്പുഴ ഡാമിലെ ജലം 2 കാര്യങ്ങൾക്കേ കൊടുക്കാൻ പാടുള്ളൂ. 1 കുടിവെള്ളത്തിന്, 2 കാർഷിക ആവശ്യത്തിന്, വ്യാവസായിക ആവശ്യത്തിന് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് തരണം ചെയ്യാൻ പോകുന്നത്? 2, ഇന്ന് അങ്ങനെ ഒരു വെള്ളം എത്തിക്കാൻ ആവശ്യമായ നടപടിയില്ല. 3, മലമ്പുഴ ഡാമിനകത്തൊന്നും എല്ലാ കാലവും ഇത് കൊടുക്കാനുള്ള ജലസ്രോതസ് അതിനകത്തുണ്ടോ, അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോ നേരത്തെ ഞാൻ ചോദിക്കും, നേരത്തെ ഇത് നടന്ന 6 ഏക്കർ സ്ഥലത്ത് മഴവെള്ള സംഭരണി കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. 6 ഏക്കർ സ്ഥലത്തുള്ള 26-ൽ 6 ഏക്കർ സ്ഥലത്തുള്ള മഴവെള്ള സംഭരണികൾ കൊണ്ട് ആവശ്യമുള്ള ജലം മതിയോ എന്ന സാധാരണക്കാരന്റെ ചോദ്യം. ആ ചോദ്യത്തിന്റെ മറുപടി നിജേഷിന്റെ ചോദ്യങ്ങളുമായി ലാലിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അരുണിലേക്ക് നേരിട്ടൊന്ന് പോവുകയാണ്. ചോദ്യങ്ങളൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് താങ്കളുടെ മുമ്പിൽ അതുണ്ട്. അതോടൊപ്പം ഒറ്റ കാര്യം കൂടി, കാരണം താങ്കൾ ആദ്യ റൗണ്ടിൽ സംസാരിച്ചു വന്നപ്പോൾ പറഞ്ഞത് മുൻ പ്രതിപക്ഷ നേതാവ് പലതും മുടക്കിയതിൻ്റെ കാര്യങ്ങൾ ഞാൻ വഴിയേ പറയാം. എനിക്ക് തോന്നുന്നു അത് ഈ ഘട്ടത്തിൽ അത് യുക്തമാണെന്ന് തോന്നുന്നു. നേരത്തെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ബ്രൂവറിയിലൊക്കെ രമേശ് ചെന്നിത്തല ഇടപെട്ടതിനെക്കുറിച്ച് നിജേഷ് ഒന്ന് അവതരിപ്പിച്ചിട്ട ഘട്ടം കൂടിയാണ്. അരുൺ, മറുപടി. ഇവിടെ ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രതിനിധികളും നേതാക്കന്മാരും നിരന്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ ആരോപണങ്ങൾ ഒന്നും തെളിയിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല, പൊതുസമൂഹത്തിൽ അവർ അപമാനിതരായി മാറുകയാണ്. ഇപ്പൊ 3 കാര്യം ഇപ്പൊ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടെ ലോകത്താകമാനം ചർച്ച ചെയ്താണ് ജലമെട്രോയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇന്ത്യയിൽ അത്തരത്തിലൊരു പദ്ധതിയില്ല. ഈ ജലമെട്രോയിൽ അഴിമതിയാണെന്ന് പറഞ്ഞ് ഹൈക്കോടതി പോയല്ലോ. അതുപോലെ AI ക്യാമറ, പലതരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി AI ക്യാമറ സ്ഥാപിച്ചപ്പോൾ അതിലും വലിയ അഴിമതിയാണെന്നും പ്രതിപക്ഷ നേതാവും അതുപോലെ KPCC പ്രസിഡന്റും തോളത്ത് കൈയിട്ടാണ് പോയത്. അങ്ങനെ അവർ തോളത്ത് കൈയിടാറില്ലല്ലോ, പരസ്പരം ഒരുമിച്ചിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന അഭിസംബോധന വാക്കൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. കോടതിയിൽ ഒരുമിച്ച് പോയി, LDF ഗവൺമെന്റിനെതിരെ ഒരുമിച്ച് പോയതല്ലേ. അതുപോലെ K-ഫോൺ, ഹൈസ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉള്ള സ്വപ്ന പദ്ധതിക്കെതിരെ ഹൈക്കോടതി പോയി. ഏതെങ്കിലും ഒരു കേസിൽ അനുകൂലമായിട്ടുള്ള വിധി പോയിട്ട് ആ കേസ് തുടരെ കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞോ? ഹൈക്കോടതി പറഞ്ഞൊരു വാചകമുണ്ട്, രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയിൽ നിന്നും മാത്രം പ്രതീക്ഷിച്ചാൽ പോരാ, പ്രതിപക്ഷ നേതാവിനും രാഷ്ട്രീയ ധാർമ്മികത ഉണ്ട് എന്ന അഫിഡവിറ്റ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഹൈക്കോടതി എന്നുള്ളതിന്റെ ഹൈ കണ്ടാൽ പുള്ളി പിന്നെ ആ വഴി വരില്ല. ബാനർജി റോഡ് വിട്ട് ഹൈക്കോടതിയുടെ കോമ്പൗണ്ടിന്റെ പരിസരത്തേക്ക് പോലും പോവില്ല. കാരണം രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവിനോട് അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ കോടതിയാണ് കേരള ഹൈക്കോടതി. പിന്നെ എത്രയോ ആരോപണങ്ങൾ ഉന്നയിച്ചു. 2 ആരോപണം പ്രധാനമായിട്ട് ഉന്നയിച്ചേ. ഒന്ന്, കേരളത്തിൽ ഒന്നും വരില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ 28ാം സ്ഥാനത്തായിരുന്നു 2 വർഷം മുമ്പ്. കഴിഞ്ഞ വർഷം 15ആയി. ഈ തവണ അത് 1ാം സ്ഥാനത്തെത്തി. വൻകിട വ്യവസായ സംരംഭകർ ഒരു തുണ്ട് ഭൂമിക്കും ഒരു അനുവാദ പത്രത്തിനു വേണ്ടി കേരളത്തിൽ കാത്തു നിൽക്കുകയാണ്. അത്തരത്തിൽ കാത്തു നിൽക്കാനുണ്ടായ സാഹചര്യം, റോഡ്, അതുപോലെ വൈദ്യുതി, ജലസേചന സൗകര്യം, അത് ഉറപ്പ് വരുത്തി എല്ലാ വ്യവസായ സംരംഭകർക്കും വളരെ അച്ചടക്കത്തോടെ ഇവിടെ വ്യവസായം തുടങ്ങാനുള്ള ഒരു സൗഹൃദ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കി എന്നതുകൊണ്ട് മാത്രമാണ്. എല്ലാ രംഗത്തും ഇതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇത് മാത്രം പ്രതിപക്ഷത്തിന് മാത്രം സഹിക്കില്ല. അതിവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ പോയാൽ ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് ഇവർക്ക് തുടരേണ്ടി വരുമല്ലോ എന്ന പേടിയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കും നുണപ്രചരണങ്ങൾക്കും പിന്നിൽ. രണ്ടാമതെന്താ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങളില്ല കേരളത്തിൽ എന്നതായിരുന്നു ആരോപണം. ഇപ്പൊ ഇന്ത്യയിലെ 10 സർവകലാശാല എടുത്താൽ അതിൽ 4 സർവകലാശാല കേരളത്തിൽ നിന്ന്. കേരള, MG, കാലിക്കറ്റ്, കൊച്ചി യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ 100 കോളേജുകൾ എടുത്താൽ ഭൂരിഭാഗം മികച്ച കോളേജുകളും കേരളത്തിൽ നിന്ന്. 65 ലോകരാജ്യങ്ങളിലെ കുട്ടികളാണ് ഈ MG യൂണിവേഴ്സിറ്റിയിൽ ഈ തവണ വന്ന് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി നമ്മുടെ നാട് കുതിക്കുമ്പോൾ ഇപ്പൊ പറയാണ് ഉന്നത വിദ്യാഭ്യാസമല്ല, സ്കൂളിൽ നിന്ന് കുട്ടികളുടെ കുറിച്ച്. ഇവിടെ കുട്ടികളുടെ എണ്ണം അണുകുടുംബങ്ങളായി കുടുംബങ്ങൾ മാറുമ്പോഴും മൊത്തത്തിലുള്ള കുട്ടികളുടെ ജനന എണ്ണം ഓരോ വർഷം കുറഞ്ഞു വരുന്ന ജനസംഖ്യാ നിയന്ത്രണത്തിൽ വരുന്ന കണക്കുകളെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു തരത്തിലും കുട്ടികളുടെ കുറവൊന്നുമില്ല. ജനിച്ച കുട്ടികൾ 5 വർഷം കഴിഞ്ഞ് 5ാം ക്ലാസ് കഴിഞ്ഞ് തികഞ്ഞ് 1ാം ക്ലാസ്സിൽ ചേരേണ്ട കുട്ടികളുടെ എണ്ണം എടുത്തു നോക്കുമ്പോൾ പൊതുവിദ്യാലയത്തിൽ വന്ന് ചേരുന്ന കുട്ടികളുടെ ശതമാനത്തിൽ ഒരു കുറവുമില്ല. മൊത്തത്തിൽ കുട്ടികളുടെ എണ്ണം രാജ്യത്തും കേരളത്തിലും കുറയുമ്പോൾ അതിനനുസരിച്ചുള്ള വിഷയം വരും. ഇതൊക്കെ ആരോപണമായിട്ട് വന്ന് ഉന്നയിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ ബോധ്യമുണ്ട്. നിങ്ങൾ മുന്നോട്ട് വെച്ച, അവിടെ ആദ്യം സൂചിപ്പിച്ചല്ലോ, 9 കൊല്ലമായി നിങ്ങൾ മുന്നോട്ട് വെച്ച ഏത് ആരോപണമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ സാധൂകരിക്കപ്പെട്ടത്, ശരിവെക്കപ്പെട്ടത്? അതിൽ ലൈവ് ചർച്ചയായി
കുറച്ചു നാൾ നിലനിന്നത്? ചില ചാനലുകൾ വീണ്ടും 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 എടുത്ത് ലൈവാക്കി പർവ്വതീകരിച്ച് കാണിക്കും പലതും. പക്ഷെ എന്താണ് കാരണം? ജനങ്ങളോട് പറഞ്ഞ വാക്കു പാലിച്ച് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുക. ഒറ്റ കാര്യം, ഇതെല്ലാം കർണാടകത്തിൽ നിന്നാണ് ഈ മദ്യം വരുന്നത്. അസംസ്കൃത വസ്തു വരുന്നത് കർണാടകത്തിലാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ അതിൽ കുറവ് വന്നാൽ അത് ബാധിക്കുന്നത് കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുന്ന സ്ഥലത്ത് ഉള്ള മദ്യ മുതലാളിമാർക്കാണെന്നുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് കൃത്യമായി മദ്യ മുതലാളിമാർ, അവിടുത്തെ വലിയ സംരംഭകർ ഇന്ന് UDF-നെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള വിലപേശലാണ്. ഇവിടെ ഒരു പ്രാഥമിക അനുമതി പത്രം കൊടുത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി ആരംഭിക്കുമ്പോഴേയും ജലചൂഷണം, മറ്റു കാര്യങ്ങൾ, കണക്കുകൾ ഉണ്ടല്ലോ കൃത്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ടോ? ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്യാം. എന്തൊക്കെയാണ് ആശങ്ക? ഈ പദ്ധതി ഭൂഗർഭജലം വേണ്ട, ഇവിടുത്തെ കൃത്യമായിട്ട് വാട്ടർ അതോറിറ്റിക്ക് കൊടുക്കാൻ കഴിയും വെള്ളം എന്ന് പറയുമ്പോൾ അതിന്റെ സോഴ്സും കാര്യങ്ങളും കൃത്യമായി കണക്കുകൾ നമ്മുടെ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിട്ടില്ലേ വാട്ടർ അതോറിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഒരു കരാറില്ല? നിജേഷ് പറഞ്ഞത് 1. 2, മലമ്പുഴ ഡാമിൽ നിന്നാണ് വെള്ളം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വ്യാവസായിക ആവശ്യങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് 2. പക്ഷേ നേരത്തെ അരുൺ പറഞ്ഞതും എനിക്ക് ഓർമ്മയുണ്ട്. കിൻഫ്രയിലെ ഇത്തരം സംരംഭങ്ങളുമായി ബന്ധപ്പെടുത്തി ജലവിഭവ വകുപ്പ് കരാർ എന്നാണ് പറഞ്ഞത്. പക്ഷേ നിജേഷിൻ്റെ വാദം ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ടോ? എന്താണ് അതിന് താങ്കളുടെ മറുപടി? ഒരിക്കലും ഇവിടെ മലമ്പുറ ഡാമിലെ വെള്ളം ഇന്നെ ആവശ്യത്തിന് ഉപയോഗിക്കാവൂ എന്നൊന്നും ഒരു കോടതിയുടെ വിധിയുമില്ല. കോടതി ഏതൊക്കെയോ കേസ് പരിഗണിച്ചപ്പോൾ എന്തൊക്കെയാണെന്നുള്ള കമന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വാട്ടർ അതോറിറ്റിക്ക് ഈ കേരളത്തിലെ ജലം അതിന്റെ ഉപഭോഗത്തിന്റെ അളവ് നിശ്ചയിക്കാനും അതിന്റെ സോഴ്സ് വർദ്ധിപ്പിക്കുവാനും ഇപ്പൊ കായലിലെയും കടലിലെയും വെള്ളം വരെ ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്ന കാലമാണിപ്പോ. അതുകൊണ്ട് അവർക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കാണ് സംശയം? അതുപോലെ തന്നെ കിൻഫ്ര ഇത്രയും വലിയ ജല ഉപഭോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സോഴ്സ് അവർക്കുണ്ട്, അതിനുവേണ്ടിയിട്ടുള്ള സംരംഭമുണ്ട്. UDF-ന്റെ കാലത്ത് കൊടുത്ത അനുമതി പത്രത്തെ കുറിച്ചൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് കോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശുഭാപ്തി വിശ്വാസത്തോടെ, ആത്മവിശ്വാസത്തോടെ ഒരു നവകേരളം നിർമ്മിക്കാൻ ഭാവിയിൽ ഒരു ഭാവി തലമുറയ്ക്ക് വേണ്ടുന്ന പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ പദ്ധതികളുടെ ആ ഒരു പ്രാരംഭ ചർച്ച നടക്കുമ്പോഴേക്കും ഇത്തരത്തിൽ പൂട്ടും താക്കോലുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനതയ്ക്ക് നല്ല ബോധ്യമുണ്ട്. ഇവിടെ ആദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതിപ്പോ ദേശീയപാത ആയാലും ഗെയിൽ പൈപ്പ് ലൈൻ ആയാലും അത്തരത്തിലുള്ള നിരവധി പദ്ധതികളുടെ എല്ലാം ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് UDF-ന് അവരുടെ എല്ലാ വാദങ്ങളും പിൻവലിപ്പിച്ച് മാപ്പ് പറഞ്ഞു പോകേണ്ടി വരുന്ന സാഹചര്യം ഈ സാഹചര്യത്തിലുണ്ട്. അതുകൊണ്ടാണ് അടിയന്തര പ്രമേയം അവർ തന്നെ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കാതെ തലയിൽ തുണിയിട്ട് മുങ്ങേണ്ടി വന്ന സാഹചര്യം. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. കോൺഗ്രസിന് അവരുടെ വാദം പിൻവലിച്ചു പോകേണ്ടി വരും. ഇന്ന് ലാൽകുമാർ ഇതേക്കുറിച്ച് എക്സൈസ് മന്ത്രി MP രാജേഷ് പറഞ്ഞത് അഴിമതി ആരോപണം എന്നുള്ളത് പരദൂഷണം പറച്ചിലായി മാറുന്ന നിലയിലേക്ക് പരിമിതപ്പെടുകയാണ്. 2, മുൻ പ്രതിപക്ഷ നേതാവും ഈ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും തമ്മിൽ നിലനിൽക്കുന്ന കിടമത്സരം, ഒന്നിച്ച് വാർത്താ സമ്മേളനം അല്ലെങ്കിൽ മത്സരിച്ച് വാർത്താ സമ്മേളനം നടത്തുക, അതിലൂടെ പറയുന്ന പല കാര്യങ്ങളും നേരത്തെ ചർച്ചയിൽ ഉയർന്നു വന്ന ഒരു വാചകം അങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഇതാണ് ശുദ്ധ മണ്ടത്തരം വിളമ്പുന്നു എന്നീ ചർച്ചയിൽ ഉയർന്നു വന്നു നേരത്തെ. അതുകൊണ്ട് തന്നെ ഉന്നയിച്ച ഒരു അഴിമതി ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് പോയാൽ അതിൽ പറയുന്ന ഗുരുതരമായ ആർഗ്യുമെൻറ്റുകളിൽ മുന്നോട്ട് പോകാൻ കഴിയണം, നിലനിൽക്കാൻ കഴിയണം, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഇത് പിന്നീട് മിണ്ടിക്കാണുന്നില്ല പലതും. അത് പലതും വസ്തുതാപരമായി നിലനിൽക്കുന്നതല്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ അവിടെയാണ് ശുദ്ധ മണ്ടത്തരം വിളമ്പുകയാണോ എന്ന ചോദ്യം. ഈ കിടമത്സരം യഥാർത്ഥത്തിൽ ഇവരെ ഇങ്ങനെ അബദ്ധങ്ങളിൽ കൊണ്ടുചെന്ന് ചാടിക്കുകയാണോ? രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇന്നത്തെ നിയമസഭയുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ നന്ദി പ്രമേയ ചർച്ചയിലെ വാദഗതികളെക്കുറിച്ചൊക്കെ കൃത്യമായി വിശദമായി സംസാരിക്കുന്നത് കണ്ടു. ഈ സഭാ സമ്മേളനം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഇന്നത്തെ ഈ നന്ദി പ്രമേയത്തിൻ്റെ മറുപടി കൂടി വരുന്നതോടെ പ്രതിപക്ഷം എവിടെ നിൽക്കുന്നു, മുഖ്യമന്ത്രി നയിക്കുന്ന ഭരണപക്ഷം എവിടെ നിൽക്കുന്നു? നോക്കൂ, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി അക്കവിട്ട് മറുപടി പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഈ പറയുന്ന എന്നെ കേൾക്കുന്ന ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സംശയമുണ്ടെങ്കിൽ അവർക്ക് ആ പ്രസംഗം കേൾക്കാമെന്നേ ഉള്ളൂ. അവൈലബിൾ ആണല്ലോ അല്ലേ? ഓൺ റെക്കോർഡ് പോയതാണ്. നമ്മൾ എന്തെങ്കിലും കള്ളത്തരം പറയുന്നുണ്ടോ, വിശ്വാസയോഗ്യമായിട്ടാണോ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാമല്ലോ. നമ്മളതിനകത്ത് കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ പിണറായിയുടെ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിബേറ്റിനകത്ത് പ്രയോജനം ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, രമേശ് ചെന്നിത്തല 5 കാര്യം പറയുമെങ്കിൽ 3 കാര്യം ഒരു ഡയറക്ഷനിൽ പറയും, 2 കാര്യം മറ്റ് ഡയറക്ഷനിൽ പറയും. എന്ന് വെച്ചാൽ ഈ 2 കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആദ്യം പറഞ്ഞ 3 കാര്യത്തിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് സസ്റ്റെയിൻ ചെയ്യാത്ത ആർഗ്യുമെൻ്റ് ആണെന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ
ഇവർ പറയുന്നതിനകത്ത് തന്നെ കോൺട്രഡിക്ഷൻ ഉണ്ടാവും. കൂടാതെ രമേശ് ചെന്നിത്തല പറയുന്നതും വി ഡി സതീശൻ പറയുന്നതും സുധാകരൻ പറയുന്നതും ചേരാതെ വരുന്ന ഒരു സാഹചര്യം ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാണും. കാര്യം ഇവർ കൊട്ടത്താപ്പിന് അങ്ങ് ചുമ്മാതെ പറയുകയാണ് ചെയ്യുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു മെറ്റീരിയൽ സബ്സ്റ്റൻസും ഇല്ല. അത് ആരോപണം ഉന്നയിക്കുക. ആരോപണം ഉന്നയിച്ചിട്ട് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ആരോപണം ഉന്നയിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരാൾ ആരോപണം ഉന്നയിച്ചാൽ അവരൊരു തെളിവ് നമ്മുടെ മുന്നിൽ ഹാജരാക്കും. അത് ഒരു പ്രൂഫ്, ദേ വിൽ പ്രൊഡ്യൂസ് എ ഡോക്യുമെന്റ് ബിഫോർ അസ്. അങ്ങനെ ഒന്നും ഇല്ലാതെ ആരോപണം ഉന്നയിക്കുന്ന ആൾ ഉന്നയിക്കപ്പെട്ട ആൾ തെളിയിക്കണം. എന്നുവെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ്, നികേഷിന് ഈ പറയുന്ന മൈസൂരിൽ 2 ഏക്കർ മുന്തിരിത്തോപ്പ് അല്ലെങ്കിൽ 200 ഏക്കർ മുന്തിരിത്തോപ്പുണ്ടെന്ന് ഞാൻ ഒരു ആരോപണം ഉന്നയിക്കുക. എന്നിട്ട് ആര് തെളിയിക്കണം മുന്തിരിത്തോപ്പ് ഇല്ലെന്ന്? നികേഷ് തെളിയിക്കണം എന്ന് പറയുന്നവരാണ് കോൺഗ്രസിൻ്റെ ആരോപണങ്ങൾ. 99% ആരോപണങ്ങളും കേരളത്തിൽ കോൺഗ്രസ് ഉയർത്തിവിടുന്നത് അങ്ങനെ തന്നെയാണ്. നോക്കൂ, നികേഷിനോടൊരു കാര്യം ചോദിച്ചപ്പോൾ നികേഷ് പറഞ്ഞ മറുപടി എന്താണ്? സ്കൂളുകളിൽ ഒരു ബാച്ച് പൂട്ടി, ചിലപ്പോൾ അതിൽ കൂടുതൽ ബാച്ച് പൂട്ടിയിട്ടുണ്ടാവും. അതാണോ ഒരു വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലെ സർക്കാരിൻ്റെ നയം തീരുമാനിക്കുന്നത് ഒരു സ്കൂളിലെ ബാച്ച് പൂട്ടിയതാണോ? നോക്കൂ, 1 ലക്ഷം പേർ എണ്ണം കുറഞ്ഞു എന്ന് പറയുന്നു. അതിനകത്ത് അവിടെ നിൽക്കട്ടെ, വസ്തുതാപരമായി ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈവൻ ദെൻ നമ്മുടെ റീപ്ലേസ്മെൻറ്റ് ഫെർട്ടിലിറ്റി റേറ്റും നമ്മുടെ പോപ്പുലേഷൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ നമ്മുടെ റീപ്ലേസ്മെൻറ്റ് ഫെർട്ടിലിറ്റി റേഷ്യോയിലേക്ക് നമ്മൾ വരുന്നില്ല. നമ്മുടെ പോപ്പുലേഷൻ ട്രമൻഡസ്ലി റെഡ്യൂസിങ് ആണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും വരാൻ പോകുന്ന കാലം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, കൂടുതൽ വിദ്യാഭ്യാസത്തിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം കുറയും. കാരണം എന്താ? വിദ്യാഭ്യാസത്തിലേക്ക് ആൾക്കാരുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ദ ഹിന്ദുവിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ആ ആർട്ടിക്കിളിനകത്ത് അവർ പറയുന്നത് കേരളത്തിലെ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് കൂടി, കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ മരിക്കുന്നതിൻ്റെ പെർസെൻറ്റേജ് കൂടി. എന്നിട്ട് അവർ പറയുന്നൊരു കാര്യമുണ്ട്, സംസ്ഥാന സർക്കാരിന് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറയുന്നുണ്ട്. കാര്യം എന്താ? കുട്ടികളുടെ എണ്ണം മൊത്തം ഉണ്ടാകുന്നത് കുറഞ്ഞു, 1-2 പേര് മരിക്കുന്നു. പക്ഷേ മൊത്തം എണ്ണം ജനിക്കുമ്പോൾ നമുക്കിപ്പം 2000 കുട്ടികൾ ഒരു വർഷം ഉണ്ടാവുമെങ്കിൽ അതിൽ 2 പേര് മരിക്കുന്നതും 1000 ഉണ്ടായിട്ട് 2 പേര് മരിക്കുന്നതും തമ്മിൽ മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാവും. ആ കൂടുതലാകണം എന്ന് പറയുന്നു. കൂടുതൽ ജനിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് അവിടെ കാണിക്കാൻ പറ്റത്തുള്ളൂ. ആ സ്ട്രെങ്ത് കാണിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ട്. ഒരു കാര്യം കൂടെ പറയാം. എഞ്ചിനീയർ പറഞ്ഞു, ഒരു കാര്യം മനസ്സിലാക്കുക, കേരളത്തിൽ ഈ പറയുന്ന കോൺഗ്രസ് ഭരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു എഞ്ചിനീയർ ആയിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. കേരളത്തിൽ CPIM ഭരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിൻ്റെ CPIM എന്നൊരു നയമുണ്ട്. അത് എഞ്ചിനീയർ അല്ല കാര്യം തീരുമാനിക്കുന്നത്. എഞ്ചിനീയർ അങ്ങനെ പറഞ്ഞാലും നടപ്പാകാൻ പോകുന്നത് കേരളത്തിന് സർക്കാർ CPM LDF നിശ്ചയിക്കുന്ന നയമായിരിക്കും. അല്ല എഞ്ചിനീയർ നാളെ രാവിലെ എഞ്ചിനീയർ തിരിച്ചു പറയുക, ഞാനത് കൊടുക്കത്തില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. അത് ചിലപ്പം ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ കാലത്ത് PWDൻ്റെ എഞ്ചിനീയർ ചിലപ്പം അത് പറയുമായിരിക്കും, ഇവിടെ നടക്കത്തില്ല. അടുത്തത്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളിലും കാർപ്പറ്റ് ബോംബിങ്ങാണ് നടത്തുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ പറയാൻ എൻ്റെ പോയിന്റ്, നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയം പറയുമ്പോൾ എന്താണ് നമ്മൾ ലക്ഷ്യമാക്കുന്നുള്ള ചോദ്യമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യമില്ല. VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യമുണ്ടോ? ഉണ്ട്. കാര്യം VD സതീശനെ സംബന്ധിച്ചിടത്തോളം അടുത്ത പ്രാവശ്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടോ? ഉണ്ട്. അദ്ദേഹത്തിനും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. ഇവർ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഭാഗമായി ഈ കാർപ്പറ്റ് ബോംബിംഗ് ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയമില്ല, ഇങ്ങനെ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. ലാൽകുമാറിന്റെ ഫ്ലോ കളയല്ല, നിജേഷ് കൂടി ഇരിക്കുന്നുണ്ടാണ്. ഇന്നൊരു പത്രം എഴുതിയത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പോലുമല്ല, കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആര് എന്ന രീതിയിലാണ് ഒരു ഒരു ദിനപത്രം ഇന്ന് എഴുതിയത്. അങ്ങനെയാണ്, അങ്ങനെയും കൂടി ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. അല്ല, അതിപ്പോൾ അങ്ങനെ പറയുന്നതിന് അവർക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം രമേശ് ചെന്നിത്തല മന്ത്രിമാരെ വരെ നിശ്ചയിച്ചായിരുന്നു എൻ്റെ ഓർമ്മ. അങ്ങനെ വരെ കാര്യങ്ങളിലേക്ക് വന്നായിരുന്നു. DGPയുടെയൊക്കെ വിളിക്കുന്നു, നേരിട്ട് സംസാരിക്കുന്നു, ആ പരിപാടിയൊക്കെ എത്തിയായിരുന്നു. കാര്യം എന്നാണ് സത്യപ്രതിജ്ഞ വരെയൊക്കെ അദ്ദേഹം ആലോചിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അങ്ങനെയാണെങ്കിൽ ആ പ്രതിപക്ഷ നേതാവ് അന്നത്തെ പ്രതിപക്ഷ നേതാവിനെയും കടത്തിവിട്ടിയല്ലേ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പോകുന്നത്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴേ തുടങ്ങിയെന്നാണ്. 63 അദ്ദേഹത്തിൻ്റെ മനസ്സിലെ കണക്ക്. ലാൽകുമാർ, എൻ്റെ 63 അല്ല ഇവിടുത്തെ പ്രശ്നം. അല്ല, എനിക്ക് 1 മിനിറ്റ് തരാൻ, അദ്ദേഹത്തിന്റെ പ്രശ്നമാണ്, എന്റെ പ്രശ്നമല്ല. അല്ല ഇവിടുത്തെ പ്രശ്നം. അതാണ്. അതെ,
63 എന്ന് പറയുന്നത് തന്നെ എന്തിനാണെന്നറിയോ? നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്കകത്ത് പറഞ്ഞ തലയെണ്ണം എന്നൊരു കാര്യമുണ്ട്. ഈ പറയുന്ന ആൾക്കാരെയൊക്കെ പുള്ളി പ്ലാൻ ചെയ്ത് വെച്ച് പുള്ളിക്ക് വേണ്ട ആൾക്കാരെ വെക്കുക. അങ്ങനാണെങ്കിൽ മാത്രമേ ഒരു പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തിനെങ്കിലും നിൽക്കാൻ പറ്റൂ. നോക്കൂ, രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് കോൺഗ്രസ്സുകാർ തന്നെ വിലയിരുത്തുമ്പം ആ പ്രതിപക്ഷ നേതാവിനെ എന്തുകൊണ്ട് മാറ്റി കോൺഗ്രസ്? കാര്യം അന്ന് തലയെണ്ണ ഒത്തില്ല. ആ തലയെണ്ണ ഒപ്പിക്കാനായിട്ട് ആര് സ്ഥാനാർത്ഥിയാകണം എന്നുള്ള ഒരു തീരുമാനമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയ്ക്കകത്ത് തന്നെ ഇത് വന്നതൊരു ഞാനിത് സംസാരിച്ചതുമാണ്. മഹാരാഷ്ട്രയിലേക്കും പഞ്ചാബിലേക്കും ഒക്കെ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയെ അങ്ങോട്ട് പറഞ്ഞങ്ങ് വിടുക. കാര്യം എന്താ? ഈ പറയുന്ന കേന്ദ്രത്തിലിരിക്കുന്ന KC വേണുഗോപാൽ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കേരളത്തിൽ വന്ന് രമേശ് ചെന്നിത്തല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനോട് താല്പര്യമില്ല. അങ്ങനെ താല്പര്യമില്ലാത്തത് കൊണ്ട് ഈ പറയുന്ന പഞ്ചാബിലേക്കോ ഒക്കെ ഹരിയാനയിലേക്കോ ഒക്കെ വിട്ടിരിക്കുകയാണ്. പക്ഷെ ഹരിയാനയിലും പഞ്ചാബിലും ഒന്നും ജയിക്കുന്നില്ലെന്നുള്ള മറ്റൊരു വശം. അതോടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇവർ തമ്മിലുള്ള തർക്കമാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് കൂടുതൽ ഏറ്റവും എളുപ്പമുള്ളത് ഞാൻ ശക്തമായ ആരോപണം ഉന്നയിക്കുന്നു എന്ന് മാത്രമേ നടക്കുന്നുള്ളൂ. ഒരു കമ്പോഷർ നഷ്ടപ്പെട്ട എല്ലാ രീതിയിലും വീക്കായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നമ്മൾ കണ്ടത്. പേപ്പർ വലിച്ചെറിയുന്നു, എന്തൊക്കെയോ പറയുന്നു. അത്രയും കമ്പോഷർ ഇല്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവായി കേരളത്തിൽ VD സതീശൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം. അതുകൊണ്ട് ആരോപണം വരുന്ന കാര്യത്തിൽ ഇനി വന്നുകൊണ്ടേയിരിക്കും. നമ്മളത് മൈൻഡ് ആക്കണ്ടേ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. നിജേഷ്, ഈ സാഹചര്യം യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിനകത്ത് വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. നേതാക്കൾക്കിടയിലെ കിടമത്സരം ഒരു ഭാഗത്ത്, ഭിന്നത ഒരു ഭാഗത്ത്, K. സുധാകരനെ ഉടനടി മാറ്റണം എന്ന നിലയിൽ നിൽക്കുന്ന VD സതീശൻ, അതൊന്നും രഹസ്യമായ കാര്യമല്ല, നിഷേധിക്കാനൊട്ട് ആർക്ക് കഴിയത്തുമില്ല, ആ നിലയിൽ നിൽക്കുന്നു. എന്നാൽ നിലനിന്നുകൊണ്ടൊരു പുനഃസംഘടന എന്ന് വിചാരിക്കുന്ന K. സുധാകരൻ മറുഭാഗത്ത് നിൽക്കുന്നു. 63 മണ്ഡലങ്ങളിൽ ഇതിനോടകം പണി തുടങ്ങണം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഇങ്ങനത്തെ ഒരു കോൺഗ്രസ് അന്തരീക്ഷം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അവിടെ അരുൺകുമാർ പറഞ്ഞതുപോലെ ഈ 9 വർഷ കാലയളവിൽ നിങ്ങൾക്ക് ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയിലേക്ക് പോകുന്ന ബാനർജി റോഡിലോട്ട് പോലും പോകാൻ ഭയമാണ്. അത്ര വലിയ തിരസ്കരണം, അത്ര വലിയ വിമർശനം നേരിട്ട ഒരു അപൂർവ സംഭവം പോലും ഉണ്ടായി ഈ കാലയളവിൽ. ഇതെല്ലാം പ്രതിപക്ഷത്തെ സംബന്ധിച്ച് നിങ്ങളുടെ വിശ്വാസ്യതാ നഷ്ടത്തിൻ്റെ അടിസ്ഥാനപരമായ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ കൂടിയാണ്. നിങ്ങൾക്ക് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അത് വസ്തുനിഷ്ഠമായി തെളിയിക്കാനോ ഒരു സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാനോ ആ സർക്കാരല്ല ശരി, നിങ്ങളാണ് ശരിയെന്ന് പറയിക്കാനോ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. അത് അക്കമിട്ട് നിരത്തി നേരത്തെ അരുൺകുമാർ മറുപടി. ഒരുപാട് വ്യക്തിപരമായ ആരോപണങ്ങൾ 3 പേരുടെ ഭാഗത്തുണ്ടായി. ഞാൻ അതിന് അക്കമിട്ട് മറുപടി പറയുന്നില്ല. ശ്രീ അരുൺകുമാറിനോട് ഞങ്ങൾക്ക് ഒരിടത്തും തലയിൽ മുണ്ടിട്ട് പോവേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ജനകീയ കോടതിക്കകത്ത് ഓരോ ഘട്ടത്തിലും നമ്മളൊക്കെ മത്സരിക്കാറുണ്ട്, ജനങ്ങൾ വിധി എഴുതാറുണ്ട്. അവസാനം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 3 പഞ്ചായത്തുകളിലെ ഭരണമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ തൊട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വന്നിട്ടുണ്ട്. ജനങ്ങൾ വിലയിരുത്തണം. പിന്നെ നിങ്ങൾ ജനങ്ങളുടെ അഡ്വക്കേറ്റായി ഇടയ്ക്കിടയ്ക്ക് ജനങ്ങൾ തീരുമാനിച്ചു, പൊതുജനം പറഞ്ഞു എന്നൊന്നും പറയരുത്. ഏതായാലും ശ്രീ അരുൺകുമാറും ലാൽ കുമാറും ഒരേ സമയത്ത് അങ്ങ് ഡൽഹിയിൽ കിടക്കുന്ന ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിൽ ചെയ്യപ്പെട്ട പഞ്ചാബിൽ നിന്ന് ആളുകൾ ഓടിച്ച OSS കമ്പനിയുടെ വക്താക്കളായി മാറുന്നത് പൊതുജനം കാണുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് എനിക്കുള്ള സന്തോഷം. ഇതേ നിയമസഭയ്ക്കകത്താണ് ഇന്ന് PP കിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ CAG റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ 550 രൂപ മെഡിക്കൽ സർവീസ് സൊസൈറ്റി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ 1 മണിക്കൂർ കൊണ്ട് അവരുടെ അധികാരം ഒഴിവാക്കി 1500 രൂപയ്ക്ക് പിറ്റേ ദിവസം ഏർപ്പാടാക്കിയത് എങ്ങനെയെന്ന് ഇതേ പ്രതിപക്ഷ നേതാവ് ചോദിച്ചപ്പോൾ ഞാൻ പഠിച്ചിട്ട് പറയാമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇതേ നിയമസഭയിൽ തന്നെയാണ്. ലാൽകുമാറും ശരത്തും അരുൺകുമാറും കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും പ്രയാസമില്ല. പിന്നെ 9 കൊല്ലം അത് തന്നെയാണ് വ്യത്യാസം. അത് തന്നെയല്ലേ വ്യത്യാസം. ഒരു കാര്യം പഠിച്ചിട്ട് പറയാമെന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല. അതേസമയം നടക്കാത്ത കാര്യത്തിൽ ടെൻഡർ എന്തേ നടത്തിയില്ല എന്ന് ചോദിക്കുകയും അത് ശുദ്ധ മണ്ടത്തരമാണെന്ന് അറിയുകയും അത് പിൻവലിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഇടത്താണ് ആളുകൾ താരതമ്യം ചെയ്യുക. നിജേഷ്, താങ്കൾ പറഞ്ഞത് വാദത്തിൽ എടുത്താൽ തന്നെയും അങ്ങനെയില്ലേ? അങ്ങനെയല്ലേ ചെയ്യേണ്ട ഒരു ഭരണാധികാരി? ശരത്ത് 3 ആൾ സംസാരിക്കുമ്പോഴും ഞാനൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. നിങ്ങൾ അത് ആ കാര്യത്തിൽ അസഹിഷ്ണുത കാണിക്കണ്ട. നിങ്ങൾ അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. CAG പാമോലിൽ കേസിന്റെ CAG റിപ്പോർട്ട് കേരള രാഷ്ട്രീയത്തിൽ എത്ര കാലം നിലനിന്നിരുന്നു എന്ന് നമ്മൾ പഠിക്കണം. പിന്നെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം നേരത്തെ അരുൺകുമാർ പറഞ്ഞല്ലോ, കർണാടകയിൽ നിന്ന് വന്ന് ഇവിടുത്തെ ജനങ്ങളുടെ പൈസ എത്ര രൂപയാണ് കേരളത്തിലെ മദ്യത്തിന്റെ തീരുവ? അരുൺകുമാർ, ജനങ്ങളെ പൈസയല്ല, ജനങ്ങളോട് ഈ മദ്യത്തിന്റെ പേര് പറഞ്ഞ് പണം വാങ്ങുന്നവരുടെ പൈസ ഏതാണ് എന്ന് ചോദിക്കേ. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ ഈ ഗവൺമെന്റിന്റെ നയമെന്ത്? അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. AITUC സമരത്തിലാണ്, ജോയിന്റ് കൗൺസിൽ സമരത്തിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നില്ല.
മറ്റു മെഡിക്കൽ കോളേജിനകത്ത് വരുന്നില്ല. അരക്കൊല്ല പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരുന്നു. +2 പരീക്ഷയ്ക്ക് പണം നടത്താൻ പണമില്ല. KSRTCയുടെ പെൻഷനും ശമ്പളവും പിറകോട്ട് പോകുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നില്ല. നവകേരള സദസ്സിൽ വന്ന നമ്മുടെ നിവേദനങ്ങളുടെ അവസ്ഥ എന്താണ്? കേരളീയ പദ്ധതി എവിടെ എത്തി? എങ്ങനെ കെട്ടിട നിർമ്മാണത്തിൽ നമ്മുടെ പെർമിറ്റ് ഒരുപാട് കൂട്ടി? എന്തായിരുന്നു അതിന്റെ നയം? നവീൻ ബാബുവിന്റെ മരണം എവിടെ എത്തി? ഇതൊക്കെയാണ് ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി കൃത്യമായിട്ടാണ് മറുപടി പറയുന്നത് എന്നും OSS കമ്പനി ലോകോത്തര കമ്പനിയാണ് എന്നും ഹാജരാകുമോ? അല്ല, കരുവന്നൂർ ബാങ്കിൽ ഹാജരാകുമ്പോ തിരിച്ചു ചോദ്യവും ചോദിക്കണമല്ലോ. ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? കരുവന്നൂർ കേസിൽ ED ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ED പിടിച്ച് അകത്തിട്ട ആളുകൾക്ക് പോലും കോടതി ജാമ്യം കൊടുത്തു. അവരുടെ ആ കേസിൽ EDയോട് ശക്തമായ വിയോജിപ്പ് ഹൈക്കോടതി പറഞ്ഞു. നിങ്ങളുടെ ഒരു MLA നിൽക്കുകയാണ്. ഇന്ന് കഴിഞ്ഞു ചോദ്യം ചെയ്യൽ, നാളെയും ഉണ്ട്. രാവിലെ 10 മണിക്ക് ചെല്ലണം. ചോദ്യം ചെയ്യുന്നത് തെറ്റാണ് എന്ന് ശരത്ത് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. ചോദ്യം ചെയ്യുന്നത് തെറ്റാണ് എന്ന് ശരത്ത് നല്ല രസമായിട്ടുണ്ട്. നിജേഷ് അത് മനസ്സിലാക്കിയത് നല്ല രസമായിട്ടുണ്ട്. റൈറ്റ്. അതല്ല ഞാൻ ചോദിക്കുന്നത്, ചോദ്യം ചെയ്യുന്നത് തെറ്റാണെന്ന് ശരത്ത് പറഞ്ഞാൽ ചോദ്യം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ചോദ്യം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? പ്രതിയായതുകൊണ്ടല്ലേ? എന്തുകൊണ്ട് പ്രതിയായതുകൊണ്ടല്ലേ കോടതിയിൽ പോയി മുൻകൂർ ജാമ്യ ഹർജി കൊടുക്കേണ്ടി വന്നത്? ഉപാധികളോടെ മുൻകൂർ ജാമ്യം നേടേണ്ടി വന്നത്? ശരത്ത് വളരെ സിമ്പിൾ. കേരളത്തിലെ നികുതി പണമെടുത്ത് പെരിയ കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഗവൺമെന്റ്, കൊടിസുനിയെ പുറത്താക്കിയ ഗവൺമെന്റ്, ഷുഹൈബ് വധക്കേസിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഗവൺമെന്റ്, ഇതൊക്കെ നമ്മുടെ മുന്നിൽ. നമ്മളിങ്ങനെ ഗോൾ പോസ്റ്റ് മാറ്റിയിട്ട് കാര്യമില്ല. ഗോൾ പോസ്റ്റ് മാറ്റേണ്ട. മടങ്ങി വരാം. നിങ്ങൾ ഒരു സെറ്റ് കാര്യങ്ങൾ പറഞ്ഞപ്പോ നിങ്ങളെ വല്ലാതെ പ്രതിക്കൂട്ടിലാക്കി ഒരു കേസ് ഞാൻ സൂചിപ്പിച്ചു. ഒരു പ്രതിക്കൂട്ടിലുമല്ല. ഞങ്ങള് വയനാട്ടിലെ കേസ് ഞങ്ങൾ പ്രതിക്കൂട്ടിലല്ല. ഞങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കും. ഇതിന് മറുപടി എന്താ അറിയോ? ആദ്യം താങ്കൾ പറഞ്ഞത് തന്നെയാണ് ശരി. മിനിറ്റുകളിൽ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. അരുണിലേക്ക്. അരുൺ ഇപ്പോൾ പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് നിജേഷ് പറഞ്ഞതിലെ 2 പ്രധാനപ്പെട്ട പോയിന്റ്. ഒന്ന്, അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ജനകീയ പ്രശ്നങ്ങളിൽ ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയാണ് ഈ സർക്കാർ എന്ന് പ്രതിപക്ഷം ധരിക്കുന്നു. അതിന് ചില ഉദാഹരണങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്, പറഞ്ഞു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം PPE കിറ്റുമായി ബന്ധപ്പെട്ട്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല, അതുകൂടി ഈ ചർച്ചയിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. അതിലേക്ക് കൂടി ഒന്ന് ചുരുക്കത്തിൽ എന്താണ് മറുപടിയായി CPIM പറയാനുള്ളത്? ഇവിടെ ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നൊക്കെ പറഞ്ഞോണം ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നിരന്തരം കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ ആരോപണം തുടരെ ഉന്നയിക്കുമ്പോഴും KPCC പ്രസിഡന്റ് ആരോപണം ഉന്നയിക്കുമ്പോഴും അതിലൊന്നും സാധൂകരിക്കപ്പെടുന്ന ഒരു സാധനമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കുന്ന ഒന്നുമില്ല. ഇപ്പോൾ ചോദിച്ചല്ലോ, അങ്ങ് വയനാട്ടിലെ DCCയുടെ ട്രഷറർ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടും മകനെ വിഷം കൊടുത്ത് കൊന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ചോദിച്ചപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി എത്ര പെട്ടെന്ന് തെന്നി മാറുന്ന അതിൽ നിന്ന് സൂയിസൈഡ് നോട്ടും ഡൈൻ ഡിക്ലറേഷനും ഒക്കെ എങ്ങനെ ഇരിക്കുകയല്ലേ അവിടെ? എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം ആദ്യം അങ്ങ് ചോദിച്ചു, ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ച മുൻ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ പ്രതിപക്ഷ നേതാവായി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ചെന്നിത്തല പൂർവ്വകാലത്തിൽ നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏത് കമ്പനിയാണ് കേരളം വിട്ടു പോയതെന്ന് അങ്ങ് ചോദിച്ചു. ഞാൻ കൃത്യമായി അത് തെളിവ് സഹിതം പറയാമെന്ന് ആദ്യം പറയുകയും ചെയ്തു. ഇപ്പൊ ഈ തിരുവനന്തപുരം ട്രിവാൻഡ്രം ടെക്നോസിറ്റിയിലെ മുംബൈ ആസ്ഥാനമായിട്ട് ഉള്ള ഒരു ആശാപുരം ഗ്രൂപ്പിന്റെ ഒരു സംരംഭം ഉണ്ടായിരുന്നു. അത് വലിയ തരത്തിൽ VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് സമയത്താണ് നന്നായി പ്രവർത്തിച്ച് 100-400 പേര് ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയാണ്. അത് വലിയ അഴിമതിയാണ്, മറിച്ചതാണെന്ന് പറഞ്ഞ് വലിയ ആരോപണം ഉന്നയിച്ചു. അവസാനം ആ കമ്പനി തന്നെ ഗുജറാത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. അവസാനം ആ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ കൃത്യമായി കേസ് കൊടുക്കുകയും നിയമ നടപടി സ്വീകരിച്ചപ്പോൾ രമേശ് ചെന്നിത്തല തന്നെ തനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ സാഹചര്യം ഇവിടെ പൊതുസമൂഹത്തിലുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഈ വിഷയത്തിലും അങ്ങനെ കൃത്യം പറയേണ്ടി വരും. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ടേ നീങ്ങൂ. ഇപ്പൊ ഈ ഉത്തരവ് കൊടുക്കുമ്പോഴും ആ ഉത്തരവിന്റെ അവസാന വരിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെയാണ്: ഇതുമായി ബന്ധപ്പെട്ട നിലവിലുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും നിബന്ധനകളും പാലിക്കേണ്ടതും അസംസ്കൃത വസ്തുവായി അരി ഉപയോഗിക്കുമ്പോൾ ബ്രോക്കൺ റൈസ് മാത്രമേ ഉപയോഗിക്കാവൂ. ഇത്തരത്തിൽ കൃത്യമായി ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം പാലിച്ചുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. 3 വർഷത്തിനുള്ളിൽ എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസും അവർ കൃത്യമായി ഹാജരാക്കിയാൽ മാത്രമേ അവർക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റൂ. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ സംശയമോ ഏതെങ്കിലും തരത്തിൽ ആശങ്കയോ ജനങ്ങൾക്കുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ്. പക്ഷേ പരസ്പര വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് വ്യവസായ സംരംഭകരെ ആകർഷിക്കുന്ന കാര്യത്തിൽ 1ാം സ്ഥാനത്ത് വന്ന ഈ കേരളത്തെ തകർക്കാനുള്ള ശ്രമത്തെ ജനങ്ങൾ തന്നെ ഒറ്റക്കെട്ടായി നേരിടും. ജനങ്ങളുടെ കോടതിയിലാണ് ഇത്തരം വിഷയങ്ങൾ.
ഭരണ തുടർച്ചയിലേക്ക് വരുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കുപാലിച്ച് വൻകിട വ്യവസായ സംരംഭകരെ ആകർഷിക്കുന്ന കാര്യത്തിലും എല്ലാ രംഗത്തും ഒന്നാമതെത്തി ഈ കേരളം കുതിച്ച സാഹചര്യത്തിലാണ്. അപ്പൊ ഇതൊക്കെ UDF-ന്റെ പ്രതിനിധികളും കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ മനസ്സിലാക്കണം. ആജീവനാന്ത പ്രതിപക്ഷമായി നിങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം ഇപ്പൊ കേരളത്തിൽ വന്നിട്ടുണ്ട്. കൂടുതൽ പണിയെടുക്കേണ്ടതില്ല അവർക്ക്. ശരി, വളരെ ചുരുക്കത്തിൽ നിജേഷ്, ഇത് സ്റ്റേറ്റിന്റെ താല്പര്യം പാലിച്ച് മാത്രമേ മുന്നോട്ട് പോകൂ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഡെവലപ്മെന്റും ഈ അഴിമതി എന്ന് നിങ്ങളിപ്പോൾ പറയുന്ന ഈ സംഗതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനേ കഴിയില്ല. നിങ്ങൾ എങ്ങനെയാണോ മുൻപുന്നയിച്ച ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയത്, ഇതിലും നിങ്ങളെ കാത്തിരിക്കുന്നത് അതുതന്നെയാണ്. ഇതാണ് ആ പറഞ്ഞു വെച്ചതിൻ്റെയും സർക്കാരിൻ്റെയും ഭരണമുന്നണിയുടെയും ആത്മവിശ്വാസം. വളരെ ക്യുക്കായി, വളരെ ചുരുക്കത്തിൽ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഏതായാലും പത്രമൊക്കെ വായിച്ച് ശരത്ത് പറയുന്ന സമയത്ത് ഇന്ന് കേരളത്തിലെ 2 മുൻ നേതാക്കന്മാരുടെ, ജെയിംസ് മാത്യു കിൻഡർ ഗാർട്ടൻ നടത്തുന്ന കാര്യവും സുരേഷ് കുറുപ്പ് രാഷ്ട്രീയമൊക്കെ നിർത്തിയ കാര്യവും ഒക്കെ ഒന്ന് ചർച്ച ചെയ്യുന്നതല്ലാണ്. കോൺഗ്രസ് നേതാക്കന്മാരെ നിരന്തരമായി നമ്മുടെ ഇടയിലും ഉണ്ട് എന്ന് പറയുക. കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും. കേരളത്തിലെ ജനങ്ങൾ, എലപ്പുള്ളിയിലെ ജനങ്ങൾ ഈ വിഷയത്തിൽ കോൺഗ്രസിനോടൊപ്പമാണുള്ളത്. നമുക്ക് നാളുകളിൽ അത് കാണാം. ശരി, ലാല്, അതിനിടയിൽ PPE കിറ്റ് കൂടി ഒന്ന് ഫിറ്റ് ചെയ്യാൻ ഒരു ശ്രമം വന്ന് നേരത്തെ കൈ ഉയർത്തിയതുകൊണ്ട് മാത്രം നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയമാകുന്നു. നോക്കൂ, CAGയുടെ റിപ്പോർട്ട് വരുന്നു. CAG എന്ന് പറയുന്ന സ്ഥാപനത്തോട് അല്ലെങ്കിൽ ഈ ബോഡിയോട് കോൺഗ്രസിന്റെ അഭിപ്രായം എന്തായിരുന്നു? കോൺഗ്രസിന്റെ MP ആയിരുന്ന കപിൽ സിബാൽ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ CAG റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ടോട്ടലി BJPക്ക് വേണ്ടി ചെയ്യുന്ന പണിയാണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം CAG വളരെ മോശം കാര്യം, ഇപ്പോൾ വരുമ്പോൾ നല്ല കാര്യം കോൺഗ്രസ് എങ്ങനെ ആകുന്നത്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവസരവാദമാണ്. EDയുടെ കാര്യത്തിലാണെങ്കിൽ പോലും അത് തന്നെയാണ്. ഓരോ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നിൽക്കുമ്പോൾ വളരെ നല്ലതാവുകയും അവർക്കെതിരെ പറയുമ്പോൾ അത് ചെയ്യുന്നൊരു പരിപാടി. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം, പെട്ടെന്ന് അവസാനിപ്പിക്കാം. നോക്കൂ, സംസ്ഥാന സർക്കാരിന് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തതിന് കാരണം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ്. അത് ധനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് സഹായം കിട്ടുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് കോടതിയെ വരെ സമീപിക്കേണ്ട സാഹചര്യമുണ്ട്. അതിനെതിരെ സംസ്ഥാനത്തിന് പണം തരണമെന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ പറയുന്നത് ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ചുമ്മാതെ വന്നിരുന്ന് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുക മാത്രം, അതല്ലാതെ ഒരു കാര്യവും ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട, ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട പൈസയാണല്ലോ അല്ലേ? ആ സംസ്ഥാനത്തിന് കിട്ടേണ്ട പൈസയെ കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ ഇവിടെ എങ്ങനെ വേണമെങ്കിലും ഞെരുങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നുള്ള വാദം എന്ന് പറഞ്ഞുണ്ടല്ലോ, അതിന് വളരെ മോശം എന്ന് മാത്രമേ പറയാം. തീർച്ചയായും പ്രതിപക്ഷത്തിൻ്റെ അത്തരം ശ്രമങ്ങളെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് തന്നെ ഉത്തമ ബോധ്യത്തോടെ നിലപാടുകളും കാഴ്ചപ്പാടുകളും നയങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇന്ന് വിശിഷ്യ മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ നന്ദിപ്രമേയ ചർച്ചയുടെ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രതിപക്ഷത്തിന് ഇപ്പോൾ ഉന്നയിച്ച ഈ പ്രശ്നങ്ങളിൽ, ഈ ആരോപണങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം അവർ തന്നെ പറഞ്ഞ വാദങ്ങൾ നിരർത്ഥകമാകുന്നത് ഓരോ ദിവസവും ഓരോ സമയത്തും അവർ കണ്ടുകൊണ്ടേയിരിക്കുന്നു. തെളിയിക്കാനാവാത്ത ആരോപണങ്ങൾ ആവർത്തിക്കുന്ന പ്രതിപക്ഷം എന്ന പ്രശ്നം അവരെയും അലട്ടുന്നു. ഒപ്പം പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും അത്ര തന്നെ നീറി നിൽക്കുന്ന സാഹചര്യം. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.